സങ്കീർത്തനം 81 സങ്കീർത്തനം 8-9 വാക്യത്തിൽ പറയുന്നു, നിങ്ങളുടെ ഇടയിൽ ഒരു അന്യദൈവം ഉണ്ടാകരുത്, ഒരു അന്യദൈവത്തെ നീ വണങ്ങരുത്. ഈജിപ്ത് ദേശത്ത് നിന്ന് നിന്നെ മോചിപ്പിച്ചുകൊണ്ട് വന്ന ദൈവമായ കർത്താവ് ഞാനാണ്. നീ വാ തുറക്കുക, നിനക്ക് ഞാൻ ഭക്ഷിക്കാൻ തരാം. ഹല്ലേലൂയാ. ആ ചേച്ചി പറഞ്ഞില്ലല്ലോ ഹല്ലേലൂയാ. ഒച്ചത്തിൽ പറ ഹല്ലേലൂയാ. അപ്പം നമ്മൾ വാ തുറന്ന് ദൈവത്തെ സ്തുതിക്കണം. ഹല്ലേലൂയാ. പറഞ്ഞേ ഹല്ലേലൂയാ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി. എൻ്റെ സഹോദരങ്ങളെ, അച്ഛൻ പറഞ്ഞു എൻ്റെ പേര്, നേരത്തെ പേര് ബിജു നാരായണൻ എന്നായിരുന്നു. ഇപ്പോൾ ഞാൻ ബിജു ജോസഫ് എന്ന പേര് സ്വീകരിച്ച് എൻ്റെ മധ്യസ്ഥന യവസേ പിതാവാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പിതാവാണ് യവസേ പിതാവ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പറഞ്ഞേ ഹല്ലേലൂയാ. ഉച്ചത്തിൽ പറ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. 91 ഒരു ധ്യാനം കൂടുന്നത് ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ. എൻ്റെ സഹോദരങ്ങളെ, 12,000 പേര് വചനം കേൾക്കുന്ന വചന കൂടാരത്തിൽ ഒന്നൊരു ധ്യാനം കൂടാൻ ദൈവം അവസരമൊരുക്കി. ഹല്ലേലൂയാ. യാതൊരു വക താല്പര്യമോ ഇഷ്ടമോ എനിക്കുണ്ടായിരുന്നില്ല യേശുവിൻ്റെ നാമം വിളിക്കാൻ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കാരണം എൻ്റെ വീട്ടിൽ അമ്പലമുണ്ട്. അമ്മയുടെ ആങ്ങള പൂജാരിയാണ്. ഞാൻ 11 കൊല്ലം ശബരിമലയിൽ പോയി പ്രാർത്ഥിച്ച വ്യക്തിയാണ്. എൻ്റെ അപ്പൻ നാരായണൻ 28 വർഷം ശബരിമലയിൽ പോയി പ്രാർത്ഥിച്ച് ഒരു ദൈവങ്ങളും ഞങ്ങളെ രക്ഷിച്ചില്ല. അപ്പസ്തോലൻ 4:12 നമുക്കറിയാം, മറ്റൊരുവനിലും രക്ഷയില്ല, ആകാശത്തിന് കീഴെ ഭൂമിക്ക് മീതെ യേശുവിൻ്റെ നാമമല്ലാതെ മറ്റൊരു നാമവും രക്ഷയ്ക്കായി നൽകപ്പെട്ടിട്ടില്ല. ഹല്ലേലൂയാ. രക്ഷിക്കാമെന്ന് പലരും പറഞ്ഞിട്ടുണ്ട്, പലരും ആഹ്വാനം ചെയ്തിട്ടുണ്ട്. എൻ്റെ ഇടയ്ക്ക് വന്ന് പ്രാർത്ഥിച്ചാൽ ഞാൻ നിങ്ങൾക്ക് ആശ്വസിക്കാൻ രക്ഷിക്കാമെന്നൊക്കെ പലരും പറഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്ക് രക്ഷ കിട്ടണമെങ്കിൽ നമ്മൾ യേശുവിൻ്റെ നാമം വിളിക്കണം. ഹല്ലേലൂയാ. അതുകൊണ്ടാണ് നിയമാവർത്തനം 28:10 പറയുന്നുണ്ട്, നീ യേശുവിൻ്റെ നാമം വഹിക്കുന്നത് കാണുമ്പോൾ ലോകത്തിലുള്ള സകല ജനതകളും നിന്നെ ഭയപ്പെടും. ആരെ ഭയപ്പെടുമെന്നാണ് പറഞ്ഞേ? പറ ഹല്ലേലൂയാ. ഉച്ചത്തിൽ പറ ഹല്ലേലൂയാ. നമ്മൾ അപ്പസ്തോല പ്രവർത്തനം 4-5 അധ്യായങ്ങൾ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ആദിമ ക്രൈസ്തവ സമൂഹത്തെക്കുറിച്ച് പറയുന്നുണ്ട്. വിശുദ്ധ പത്രോസ് ശ്ലീഹായെക്കുറിച്ച് പറയുന്നുണ്ട്. പത്രോസ് ശ്ലീഹായുടെ പ്രസംഗത്തിലും അപ്പസ്തോലൻ 2:37 പറയുന്നു, പത്രോസ് ഇത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു. അപ്പസ്തോലൻ 4:30-31 തിരുവചനത്തിലും അപ്പസ്തോല പ്രവർത്തനം 2:37 അവർ ഹൃദയം നുറങ്ങി ചോദിക്കുന്നുണ്ട്, സഹോദരന്മാരെ, രക്ഷ പ്രാപിക്കാൻ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ അവർ പറഞ്ഞു, പത്രോസ് പറഞ്ഞത് ഇങ്ങനെയാണ്, നിങ്ങൾ പശ്ചാത്താപിക്കുവിൻ, നിങ്ങളുടെ പാപമോചനത്തിന് വേണ്ടി എല്ലാവരും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പത്രോസ് അപ്പസ്തോലൻ 10:44 പത്രോസ് ഇത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ തന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. ഹല്ലേലൂയാ. ദ്വിജാതിരുടെ മേൽ പോലും പരിശുദ്ധാത്മാവ് വന്നു. ഹല്ലേലൂയാ. അപ്പം നമ്മൾ നമ്മുടെ പാപത്തെ ഓർത്ത് ഒന്ന് പശ്ചാത്താപിക്കുമ്പോൾ, നമ്മുടെ പാപത്തെ ഓർത്തൊന്ന് കരയുമ്പോൾ, യോഹന്നാൻ 16:7 പറയുന്നുണ്ട്, ഞാൻ പോകുന്നത് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ്, ഞാൻ പോകുന്നില്ലെങ്കിൽ സഹായകൻ വരുന്നില്ല, ഞാൻ പോയി കഴിഞ്ഞാൽ അവൻ നിങ്ങളുടെ അരികിലേക്ക് വരും, അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധ്യം നൽകും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പോൾ ആദിമ ക്രൈസ്തവ സമൂഹത്തിൽ അവരുടെ ഇടയിലേക്ക് അനേകർ കടന്നു വരികയും അനേകർ യേശുവിൻ്റെ നാമം സ്വീകരിക്കുകയും യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുകയും യേശുവിൻ്റെ നാമത്തിൽ അവർ സ്നാനം സ്വീകരിക്കുകയും അഭിഷേകം പ്രാപിക്കുകയും ചെയ്തു. കാരണം യേശുവിൻ്റെ നാമം വിളിച്ചപേക്ഷിച്ച ഏവരും രക്ഷയിലേക്ക് കടന്നു വന്നു. റോമ 10:13 പറയുന്നു, യേശുവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവരും രക്ഷ പ്രാപിക്കും. ഹല്ലേലൂയാ. വലത് ഉയർത്തി ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. എൻ്റെ സഹോദരങ്ങളെ, എനിക്ക് യേശുവിൻ്റെ നാമം വിളിക്കാനോ എനിക്ക് നാമം വഹിക്കാനോ എനിക്ക് താല്പര്യമില്ലായിരുന്നു. റോമാലേഖനത്തിൽ 3-ാം അധ്യായം 7, 8, 9, 10 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെയുണ്ട്, അവർ തങ്ങളുടെ നാവ് സർപ്പത്തിൻ്റെ നാവ് പോലെ മൂർച്ചയുള്ളതാക്കി, അവരുടെ അധരത്തിൻ്റെ കീഴിൽ അണലിയുടെ വിഷമുണ്ട്, അതുകൊണ്ട് അശുദ്ധമായ അധരമുള്ള ഒരവസ്ഥയായിരുന്നു. യേശയ്യായുടെ പുസ്തകത്തിൽ 6-ാം അധ്യായം 7, 8 തിരുവചനത്തിൽ യേശയ്യാ പ്രവാചകൻ ഒരു ദർശനം കണ്ടു. ഉന്നതമായ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്ന ദൈവം. ഹല്ലേലൂയാ. പറഞ്ഞേ ഹല്ലേലൂയാ. ഉറങ്ങുന്നവർ മാത്രം പറഞ്ഞേ ഹല്ലേലൂയാ. ചിലർക്ക് മയക്കം വരുന്നുണ്ട്, ഉറക്കം വരുന്നുണ്ട്. ഹല്ലേലൂയാ. പറഞ്ഞേ ഹല്ലേലൂയാ. ഉച്ചത്തിൽ പറ ഹല്ലേലൂയാ. വലത് ഉയർത്തി പറ ഹല്ലേലൂയാ,
ഉച്ചത്തിൽ പറ ഹല്ലേലൂയ. ആ, കരമുയർത്തുമ്പം കൈ മുട്ടിന് മേളിൽ നിൽക്കണം. ഹല്ലേലൂയ. കാരണം മത്തായി 5:48 ഈശോ പറഞ്ഞു, എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്ന പോലെ നിങ്ങളും പരിപൂർണരായിരിക്കണം. ഹല്ലേലൂയ. ഉച്ചത്തിൽ പറഞ്ഞു ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എൻ്റെ സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട മുണ്ടാടനച്ഛൻ ഇവിടെ ഇരിക്കും. നമ്മളിവിടെ യൂത്തിൻ്റെ ധ്യാനം നടത്തി. അന്ന് ബോംബെയിൽ നിന്നും പല സ്ഥലങ്ങളിൽ നിന്ന് യൂത്തിൻ്റെ ധ്യാനം. അന്ന് നമ്മുടെ പഴയ ഈ കെട്ടിടങ്ങളൊന്നുമില്ല. ഇവിടെ യൂത്തിൻ്റെ ധ്യാനം നടക്കും. ഈ ഹോള് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. അത് തന്നെ ഇതാണ്. എൻ്റെ സഹോദരങ്ങളെ, ഇവിടെ ഒരു ചെറുപ്പക്കാരൻ 10-22 വയസ്സുള്ളൊരു യൂത്ത് തളർന്ന് കിടക്കുന്നൊരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. അദ്ദേഹത്തെ ഏറ്റവും പുറകിൽ കൊണ്ട് കടത്തിയിരിക്കുക. 4 ദിവസമുള്ള താമസിച്ചുള്ള ധ്യാനമായിരുന്നു. അത് നമ്മുടെ പുറകിൽ ഓഫീസും അച്ഛൻ ആ സ്ഥലത്താണ് ഇരിക്കുന്നതൊക്കെ. ഞങ്ങൾ ഓർക്കാണ് 4 ദിവസ ധ്യാനത്തിന് ആ യുവാവ് കടന്നുകൊണ്ടാണ് ധ്യാനം കൂടിയത്. കുമ്പസാരം കഴിഞ്ഞ് സ്തുതിപ്പിൻ്റെ സമയത്ത്, ആന്തരിക സൗഖ്യ ആരാധനയുടെ സമയത്ത് ആ ചെറുപ്പക്കാരനെ കർത്താവ് സൗഖ്യപ്പെടുത്തി അനുഗ്രഹിച്ചു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഞാൻ ഈ ഗാഗുൽത്തായുടെ കാര്യം ഓർക്കുമ്പോൾ ഞാൻ ഒരുപാട് പ്രാവശ്യം ജാഗരണ പ്രാർത്ഥനയ്ക്ക് വന്നിട്ടുണ്ട്. എൻ്റെ സഹോദരങ്ങളെ, ഞാൻ ഇന്ന് ഓർക്കുക, ചെറുപ്പക്കാരൻ അന്ന് 140 യുവതി യുവാക്കൾ ഇവിടെ വന്ന് ധ്യാനം കൂടി. എൻ്റെ സഹോദരങ്ങളെ, ആ ചെറുപ്പക്കാരൻ തൻ്റെ പാപം ഏറ്റു പറഞ്ഞപ്പോൾ സ്വർഗത്തിൽ ദൈവം അവനെ വിശുദ്ധീകരിച്ച് സുഖപ്പെടുത്തി. ഹല്ലേലൂയ. വലത് കീർത്തി പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഏശയ്യായുടെ പുസ്തകത്തിൽ 6-ാം അധ്യായത്തിൽ ഏശയ്യ ഒരു ദർശനം കണ്ടു. ഉന്നതമായ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്ന ദൈവം 6 ചിറക് വീതമുള്ള മാലാഖമാർ ദൈവത്തെ സ്തുതിക്കുന്നു, പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. അപ്പോൾ ഏശയ്യ പറഞ്ഞു, ഞാൻ അശുദ്ധമായ അധരമുള്ളവനും അശുദ്ധമായ അധരമുള്ളവരുടെ മധ്യത്തിൽ വസിക്കുന്നവനുമാണ്. ഏശയ്യായുടെ അധരത്തെ ബലിപീഠത്തിൽ നിന്ന് അഗ്നി എടുത്തുകൊണ്ടുവന്ന് ഏശയ്യായുടെ അധരത്തെ വിശുദ്ധീകരിച്ചപ്പോൾ ഏശയ്യ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. ഹല്ലേലൂയാ പറഞ്ഞേ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പം നമ്മുടെ അധരങ്ങൾ വിശുദ്ധീകരിക്കപ്പെടുമ്പോൾ നമുക്ക് ദൈവത്തെ സ്തുതിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ജെറമ്യ 5:13 പറഞ്ഞു, ഞാൻ എൻ്റെ വചനം നിൻ്റെ നാവിൽ അഗ്നിയാക്കും, കേൾക്കുന്ന ഒരു വിറകായിത്തീരും. ജെറമ്യ 15:19 സദ്വചനങ്ങൾ മാത്രം നീ സംസാരിച്ചാൽ എൻ്റെ നാവ് പോലെ നിൻ്റെ നാവ് ഞാനാക്കും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പോൾ നമ്മുടെ അധരങ്ങൾ ദൈവം വിശുദ്ധീകരിക്കണം. എനിക്ക് ദൈവത്തെ സ്തുതിക്കാനോ ദൈവത്തെ പ്രാർത്ഥിക്കാനോ എനിക്കൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല. ഞാൻ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ 4-5 കുപ്പി ചാരാവുമായിട്ടാണ് പോയത് 91. എൻ്റെ സഹോദരങ്ങളെ, ഒരു വിശ്വാസം എനിക്കില്ല. കുടിയന്മാരിടുന്ന സെല്ലിക്കൊണ്ടിട്ട് ഞങ്ങൾ 4 കുടിയന്മാർ മദ്യപിച്ച് ആനന്ദിച്ചുകൊണ്ടിരുന്നു. ഒരു സന്തോഷമോ ഒരു സമാധാനം എനിക്ക് ലഭിച്ചിരുന്നില്ല. എന്നാൽ ഹൈന്ദവരായി വന്ന ഒരു 10-60 പേരൊന്നുണ്ടായിരുന്നു. എല്ലാവരെയും വിളിച്ച് നായിക്കനാൻ പറമ്പെന്ന് പറഞ്ഞ അച്ഛൻ എല്ലാവരുടെയും തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച്. എനിക്കൊരു വിശ്വാസവുമില്ല. ഭാഷാപരത്തിൽ അവിടെ സ്തുതിക്കുമ്പോൾ ഞാൻ തെറിപ്പാട്ട് പാടിക്കൊണ്ടിരുന്നു. കാരണം മർക്കോസ് 7:21 പറയുന്നു, ഒരുവൻ്റെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്ന തിന്മകളാണ് അവനെ അശുദ്ധനാക്കുന്നത്. എന്തെന്നാൽ ഉള്ളിൽ നിന്നാണ് പരസംഗം, മോഷണം, കൊലപാതകം, വ്യഭിചാരം, ദുഷ്ടത, ഭോഗാസക്തി ഇവയെല്ലാം പുറപ്പെടുത്തുന്നത് ഒരുവൻ്റെ ഉള്ളിൽ നിന്നാണ്. ഹല്ലേലൂയാ. അതല്ലേ മത്തായി 5:8 ഈശോ പറഞ്ഞത്, ഹൃദയ ശുദ്ധിയുള്ളവൻ ഭാഗ്യവാൻ, അവൻ ദൈവത്തെ കാണും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതല്ലേ ജ്ഞാനം 6:10 പറഞ്ഞത്, വിശുദ്ധമായവ വിശുദ്ധിയോടുകൂടി ചെയ്യുന്നവൻ വിശുദ്ധനാകും. നീ എൻ്റെ വചനത്തിൽ അഭിലാഷം അർപ്പിക്കുവിൻ, അപ്പോൾ നിനക്ക് ആനന്ദം കണ്ടെത്താൻ പറ്റും. ഹല്ലേലൂയാ ഒന്ന് പറഞ്ഞേ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അങ്ങനെ 1, 2, 3, 4 ദിവസം കൂടെ കടന്നുപോയി. ക്രിസ്ത്യാനികളെല്ലാം വന്ന് കുമ്പസാരിച്ചു. ഹൈന്ദവരെല്ലാം ഞങ്ങൾക്ക് വേണ്ടി ഒരു പ്രാർത്ഥന. ഞാൻ പറഞ്ഞില്ല, എനിക്കൊരു വിശ്വാസവും ഉണ്ടായിരുന്നില്ല. നമ്മളിവിടേക്ക് കടന്നു വരുമ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ചിത്രമാണ് യേശുവിൻ്റെ ഈ ഫോട്ടോ. ഹല്ലേലൂയാ. ഏശയ്യായുടെ പുസ്തകം 53 എൻ്റെ സഹോദരങ്ങളെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് 4-5 വാക്യം. അവനെ കണ്ടവർ അമ്പരന്ന് പോയി. മനുഷ്യനെന്ന തോന്നക്കത്ത രീതിയിൽ അവൻ്റെ ശരീരം ഉഴവ് ചാല് പോലെ കീറി മുറിക്കപ്പെട്ടു. ഹല്ലേലൂയാ. സങ്കീർത്തനം 22:1-10 വരെ നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നുണ്ട്, ഉഴവുകാർ എൻ്റെ മുതുവിലൂടെ ഉഴവ് ചാലുകൾ കീറി, എൻ്റെ അസ്ഥികൾ എനിക്ക് എണ്ണാവുന്ന വിധത്തിലായി. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എൻ്റെ സഹോദരങ്ങളെ, അന്ന് നമ്മുടെ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും യേശുവിൻ്റെ നാമം വിളിച്ച് പ്രാർത്ഥിക്കുമ്പോഴും എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നില്ല. പക്ഷേ അവിടെ അച്ഛൻ പേര് ചൊല്ലി, ഇപ്പോൾ നമ്മളിവിടെ ബഹുമാനപ്പെട്ട അച്ഛൻ പരിശുദ്ധാത്മാവി നിറഞ്ഞ് ഓരോരുത്തരെ രോഗശാന്തിയൊക്കെ വിളിച്ചു പറഞ്ഞു. ക്യാൻസർ രോഗിയെ സുഖപ്പെടുത്തുന്നു, ഓരോരുത്തരെ തൊടുന്നു, ജോഷുവായെ തൊടുന്നു. ഇങ്ങനെ ഓരോരുത്തരും പേരുകൾ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി കൊടുക്കുന്നു. വനക്കലച്ഛനോട് വിളിച്ചു പറഞ്ഞപ്പോഴും ഞാനതൊന്നും വിശ്വസിച്ചില്ല. കാരണം ഞാൻ വിചാരിച്ചത് ഇതെല്ലാം തട്ടിപ്പാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രാർത്ഥന ഒരു തട്ടിപ്പാണ്. ഹല്ലേലൂയാ.
കരിസ്മാറ്റിക് പ്രസ്ഥാനം ഒരു തട്ടിപ്പാണ്. ഈ തട്ടിപ്പ് എന്താണെന്ന് അറിയാനാണ് ഞാൻ ഡിവൈനി ഞങ്ങളുടെ നാട്ടിൽ നിന്ന് 10-12,000 പേര് അല്ലെങ്കിൽ പല സ്ഥലത്തുനിന്ന് വന്ന് ധ്യാനം കൂടിക്കൊണ്ടിരിക്കുക. ഞങ്ങളുടെ അവിടെ നിന്ന് 9 പേരാണ് ധ്യാനത്തിന് വന്നത്. എൻ്റെ സഹോദരങ്ങളെ, അവരെല്ലാം നന്നായിട്ട് പ്രാർത്ഥിക്കുമ്പോഴും ഞാൻ ഇവരെ നോക്കി നിൽക്കുകയായിരുന്നു. അല്ലേലുയ. ആരെയാണ് തമ്പുരാൻ തൊടുന്നത്? അല്ലേലുയ. നമ്മൾ ചിലർ ധ്യാനം കൂടാൻ വേണ്ടിയൊക്കെ വരുമ്പോഴത്തേനും ചിലർ എൻ്റെ സഹോദരങ്ങളെ മാർക്കിടാൻ വേണ്ടി ഇരിക്കും. അതെങ്ങനെയുണ്ട്, ഇതെങ്ങനെയുണ്ട്, അച്ഛൻ്റെ പ്രസംഗം എങ്ങനെയുണ്ട്, ആ ബ്രദറിൻ്റെ പ്രാർത്ഥന എങ്ങനെയുണ്ട്, പാട്ടുകാരൻ എങ്ങനെയുണ്ട്, ഇതൊക്കെയാണ് ചിന്ത. ഞാനും വിചാരിച്ചു ഇതൊക്കെ എന്താണ് ഇവിടെ നടക്കുന്നത്. ഹല്ലേലുയ. എന്നോട് ആരോ പറഞ്ഞു, എൻ്റെ നാട്ടിൽ നിന്ന് പറഞ്ഞു പോട്ട തട്ടിപ്പാണെന്ന് പറഞ്ഞു. ഹല്ലേലുയ. അവിടെ തട്ടിപ്പാന്ന് പറഞ്ഞു. കാരണം അവിടെ ഹിപ്നോട്ടിസമാണ്, മതമാറ്റം നടത്തുന്നു, രോഗശാന്തി തട്ടിപ്പാന്ന്. അവിടെ ഞങ്ങളുടെ ഒരു കൺവെൻഷൻ വന്നു, പോപ്പുലർ മെഷീൻ ധ്യാനം. എൻ്റെ സഹോദരങ്ങളെ, 90-ൽ പാലാ രൂപതയിൽ ഒരു പോപ്പുലർ മെഷീൻ കൺവെൻഷൻ. ആ ദേശത്തുള്ള സകലരും വന്ന് ധ്യാനം കൂടി. ഞങ്ങളുടെ നാട്ടിൽ നിന്നും കുറേ പേര് പോയി ഹല്ലേലൂയ ഹല്ലേലൂയ എന്ന് പറഞ്ഞ് സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പം ഞാൻ വിചാരിച്ചു ഈ ദൈവത്തിന് ചെവി കേൾക്കാൻ പാടില്ലേ? ഹല്ലേലൂയ. ഇത് പൊട്ടനാണോ? ഹല്ലേലൂയ. പലരും ധ്യാനത്തിന് വന്നിട്ട് അവർ ചോദിക്കും ഇത് ഇങ്ങനെയാണോ അങ്ങനെയാണെന്നൊക്കെ ചോദിക്കും. ഞാനും ചോദിച്ചിട്ടുണ്ട്. എൻ്റെ സഹോദരങ്ങളെ, നമുക്കൊരു ദൈവാനുഭവം കിട്ടണമെങ്കിൽ, യേശു അനുഭവം കിട്ടണമെങ്കിൽ, ബൈബിളിലൊരു വചനം എന്നെ ഒത്തിരി സ്പർശിച്ചതാണ്. സുഭാഷിതം 1:23. അവിടെ വചനം പറയുന്നു, എൻ്റെ ശാസന നീ ശ്രദ്ധിക്കുക, എൻ്റെ ചിന്തകൾ ഞാൻ നിനക്ക് തരാം, എൻ്റെ വാക്ക് ഞാൻ മനസ്സിലാക്കി തരാം. ഞാൻ വിളിച്ചിട്ടും ആരും വിളി കേട്ടില്ല, ഞാൻ കൈ നീട്ടിയിട്ടും ആരും ഗവനിച്ചില്ല. അവരെൻ്റെ ഉപദേശം അപ്പാടെ അവഗണിച്ചതുകൊണ്ട് അവരുടെ അനർത്ഥ കാലത്ത് ഞാൻ അവരെ കൈവിട്ട് കളയും. ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. കണ്ട് ദൈവത്തിൻ്റെ ഉപദേശം, ദൈവത്തിൻ്റെ കൽപ്പനകൾ കൗശലവും ഉപേക്ഷിച്ച് ദൈവനാമത്തെ ഉപേക്ഷിക്കുന്ന ചില ജനതകളെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ അവരെന്ത് ചെയ്താൽ നമ്മുടെ ചിന്തകളിൽ ആദ്യം മാറ്റം വരണം. അതുകൊണ്ടാണ് റോമ 1:20-21 പറഞ്ഞത്, അവർ ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞു ദൈവത്തെ ദൈവമായി അംഗീകരിച്ചില്ല. 2 കൊരിന്തോസ് 4:4 ഈ ലോകത്തിൻ്റെ ദേവൻ അവിശ്വാസികളായ അവരുടെ മനസ്സിനെ അന്ധമാക്കി തന്നിമിത്തം ദൈവത്തിൻ്റെ മഹത്വമേറിയ സുവിശേഷത്തിൻ്റെ പ്രകാശം അവർക്ക് ദൃശ്യമല്ല. ഹല്ലേലൂയ. കാരണം ഈ ലോകത്തിൻ്റെ ദേവൻ, ഈ ലോകത്തിൻ്റെ പിശാച് അവരുടെ കണ്ണുകളെ, ചിന്തകളെ, ബുദ്ധിയെ അന്ധമാക്കി കളഞ്ഞു. അതുകൊണ്ട് ദൈവത്തിൻ്റെ നിഗൂഢ ലക്ഷ്യങ്ങൾ, ജ്ഞാനത്തിൻ്റെ പുസ്തകം 2:21 പറയുന്നു, അവർ ദൈവത്തിൻ്റെ നിഗൂഢ ലക്ഷ്യങ്ങൾ അറിഞ്ഞില്ല, ദൈവത്തിൻ്റെ പ്രതിഫലം പ്രതീക്ഷിച്ചില്ല. അവിടെ ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞ് ദൈവത്തിൻ്റെ ജീവനിൽ നിന്ന് അകറ്റപ്പെട്ട്. ഹല്ലേലൂയ. വലതുയർത്തി എന്ന് പറഞ്ഞേ ഹല്ലേലൂയ. സ്വരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ ഹല്ലേലൂയ. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ ദൈവത്തിൻ്റെ നാമത്തിൽ വിശ്വസിച്ചാൽ യോഹന്നാൻ 11:40 പറഞ്ഞതുപോലെ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. അവിടെ വെച്ച് മനക്കലച്ചൻ എൻ്റെ പേര് വിളിച്ചു പറഞ്ഞു, എനിക്ക് സൗഖ്യം കിട്ടുന്നതിൻ്റെ കണക്കാണ് പറഞ്ഞ തീരില്ല. ഒരുപാട് സൗഖ്യം കിട്ടി, ഒരുപാട് സൗഖ്യം എനിക്ക് ഈശോ തന്നു. രോഗശാന്തി കിട്ടിയിട്ടല്ല ഞാൻ യേശുവിൽ വിശ്വസിച്ചത്. എൻ്റെ സഹോദരങ്ങളെ, ഞാൻ നോക്കുമ്പോൾ എനിക്ക് ദർശനമൊന്നും എനിക്കുണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ കെട്ടഴിച്ച ദൈവം സ്വതന്ത്രമാക്കി. ലൂക്കാ 4:18 പറഞ്ഞില്ലേ, കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടെ തന്നെ അയച്ചിരിക്കുന്നു, ബന്ധിതർക്ക് മോചനവും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ മത്സരം പ്രഖ്യാപിക്കാൻ അവിടെ തന്നെ അയച്ചിരിക്കുന്നു. ബഹുമാനപ്പെട്ട അഭിഷേകരുടെ കൈവെപ്പിലൂടെ സൗഖ്യങ്ങൾ കിട്ടി. സൗഖ്യം കിട്ടിയിട്ടല്ല ഞാൻ വിശ്വസിച്ചത്. ഞാൻ ഒറ്റ കാര്യമേ പറഞ്ഞുള്ളൂ, നീ ദൈവമാണെങ്കിൽ എന്നെ ഒന്ന് മോനെ എന്ന് വിളിക്ക്, നിൻ്റെ സ്നേഹം ഞാനൊന്ന് അറിയട്ടെ. നിൻ്റെ സൗഖ്യം അതിനേക്കാൾ വലുത് എൻ്റെ ഉള്ളിലേക്ക് ഒരു ദൈവത്തിൻ്റെ ഒരു സ്നേഹം വന്ന് നിറഞ്ഞു. ഞാൻ യേശുവിനെ കർത്താവായി സ്വീകരിച്ചു. 1 പത്രോസ് 3:15 പറയുന്നുണ്ട്, നിങ്ങൾ യേശുവിനെ കർത്താവായി ഹൃദയത്തിൽ പൂജിക്കുവിൻ, അവനെ മാത്രം നിങ്ങൾ ആരാധിക്കുവിൻ. നിങ്ങൾക്കുള്ള പ്രത്യാശയെപ്പറ്റി വിശുദ്ധീകരണം ആവശ്യപ്പെടുന്നവരോട് മറുപടി പറയാൻ നിങ്ങൾ സദാ സന്നദ്ധരായിരിക്കുവിൻ. ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ ഹല്ലേലൂയ. റോമ 8:1 പറയുന്നു, ഇപ്പോൾ ആകയാൽ യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെടുന്നവർക്ക് ശിക്ഷാവിധിയില്ല. ഞാൻ എൻ്റെ കർത്താവിനോട് ഐക്യപ്പെട്ടു, കർത്താവിനെ സ്വീകരിച്ചു, എൻ്റെ ഹൃദയത്തിൽ ഞാൻ ഏറ്റുപറയാൻ തുടങ്ങി. എൻ്റെ സഹോദരങ്ങളെ, മത്തായി 10:33 പറയുന്നില്ലേ, ജനങ്ങളുടെ മുമ്പിൽ എന്നെ ഏറ്റുപറഞ്ഞാൽ എൻ്റെ സ്വർഗ്ഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും. ജനങ്ങളുടെ മുമ്പിൽ എന്നെ തള്ളിപ്പറഞ്ഞാൽ ഞാനും നിന്നെ തള്ളിപ്പറയും. ഹല്ലേലൂയ. ഞാൻ എൻ്റെ യേശുവിൻ്റെ നാമം ഏറ്റുപറയാൻ തുടങ്ങി. മറ്റൊരുവനും രക്ഷയില്ലെന്ന് ഞാൻ വിശ്വസിച്ചു. ഞാൻ എൻ്റെ യേശുവിനെ സ്വീകരിച്ച്. എൻ്റെ സഹോദരങ്ങളെ, ഗലാത്തി 3:1 പറയുന്നു, അല്ലയോ ബോഷന്മാരായ ഗലാത്യരെ, യേശു ക്രിസ്തു നിങ്ങളുടെ കൺമുമ്പിൽ ക്രൂശിതനായി ചിത്രീകരിക്കപ്പെട്ടിരിക്കവേ ആരാണ് നിങ്ങളെ ആഭിചാരം ചെയ്ത് ക്രിസ്തുവിൽ നിന്ന് അകറ്റിയത്? ഇത് മാത്രം അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഗലാത്തി 3:13 പറയുന്നു, ക്രിസ്തു നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായി കുരിശിൽ മരിച്ചുകൊണ്ട് നിയമത്തിൻ്റെ ശാപത്തിൽ നമ്മളെ സ്വതന്ത്രനാക്കി. ഹല്ലേലൂയ. യോഹന്നാൻ 8:36 പറയുന്നു, അതിനാൽ പുത്രൻ നിങ്ങളെ സ്വതന്ത്രമാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാകും. നമുക്ക് യഥാർത്ഥ സ്വാതന്ത്ര്യം കിട്ടണമെങ്കിൽ യേശു ക്രിസ്തു നമ്മളെ സ്വതന്ത്രമാക്കണം. ഗലാത്യ
ഗലാത്യ 5:1 പറയുന്നു, സ്വാതന്ത്ര്യത്തിലേക്ക് ക്രിസ്തു നമ്മെ മോചിപ്പിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഇരു കരങ്ങൾ ഉയർത്തി ഒന്നോട് സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. പോരാ 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 പോരാ, യേശുവേ എന്ന് വിളിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരമുയർത്തി വിളിച്ചേ, കരമുയർത്തി വിളിച്ചേ, കരമുയർത്തി സ്വരമുയർത്തി സ്തുതിച്ചേ, സ്തുതിച്ചേ. ഇരു കരങ്ങളും ഉയർത്തി യേശുവിന്റെ നാമം ഒന്ന് വിളിച്ചേ സഹോദരങ്ങളെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പോരാ പോരാ പോരാ, സ്വരമുയർത്തി സ്വരമുയർത്തി സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഫിലിപ്പി 3:7 പറയുന്നു, എൻ്റെ മുന്നിലുള്ളവയെ ലക്ഷ്യം വെച്ച് പിന്നിലുള്ളവയെ ഞാൻ ഉച്ചിഷ്ടം പോലെ ഉപേക്ഷിക്കുന്നു. കാരണം ഇതെൻ്റെ ക്രിസ്തുവിനെ നേടുന്നതിനും അവനോടുകൂടി ഒന്നായി കാണപ്പെടുന്നതിനും വേണ്ടിയാണ്. ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. ഉച്ചത്തിൽ പറ ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ മുന്നിലുള്ളത് ലക്ഷ്യം വെക്കണം. മുന്നിലുള്ളത് നമുക്ക് നിത്യജീവനാണ്. നിത്യതയെ ലക്ഷ്യം വെച്ച് പിന്നിലുള്ളവയെല്ലാം ഉപേക്ഷിക്കണം. ഹല്ലേലൂയ. ഞാൻ 6 വയസ്സിൽ മദ്യപാനം തുടങ്ങിയത്. 6 വയസ്സിൽ. എൻ്റെ വീട് ബാറായിരുന്നു. എൻ്റെ അപ്പന് ബാറില്ല ജോലി. 6 വയസ്സിൽ മദ്യപാനം. ഞങ്ങൾ 9 മക്കളാണ് വീട്ടിൽ. 9 മക്കൾ, 2 പേര് മരിച്ചു, ബാക്കി 7 പേര് ഇന്ന് ഭൂമിയിലുണ്ട്. അമ്മയുടെ പേര് കാർത്തിയാനി. അമ്മയുടെ വീട്ടിൽ അമ്പലമുണ്ട്. എൻ്റെ അപ്പൻ നല്ല മദ്യപാനിയായിരുന്നു. രാവിലെ 2 കാല ജോലിക്ക് പോയ വൈകുന്നേരം 4 കാല വരെ ഇന്ത്യയും പാകിസ്ഥാനും പോലെയാണ് ചില ദിവസം വീട്. ഹല്ലേലൂയ. ചില ദിവസങ്ങളിൽ കലാകായിക മത്സരം വീട്ടിലുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ ഞങ്ങൾ മക്കളെ കോട്ടം തുള്ളൽ ആരംഭിക്കും. കാരണം ചട്ടി എതിലേ വരുന്നത്, തൂമ്പ എതിലേ വരുന്നത്, വാക്കത്തി എതിലേ വരുന്നതെന്ന് അറിയത്തില്ല. മദ്യപാനിയായ അപ്പൻ. വീട്ടിൽ വഴക്കും ബഹളും തെറിയും ഒച്ചപ്പാടും. ഒരു വർഷത്തിൽ 3 മാസം സമാധാനം. നവംബർ, ഡിസംബർ, ജനുവരി. ഇത് ശബരിമല സീസണാണ്. അപ്പം മദ്യപാനമില്ല, പുകവലിയില്ല. ശബരിമലയ്ക്ക് പോകും, തിരിച്ചു വന്ന് വീണ്ടും തെറിയും ഒച്ചപ്പാടും തുടങ്ങും. പിറ്റേ വർഷം വേണം സമാധാനം ഉണ്ടാകാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം നമ്മളെല്ലാം പലരും പറയാറുണ്ട്, എൻ്റെ സഹോദരങ്ങളെ പലരും ധ്യാനം കൂടുമ്പോഴും ശുശ്രൂഷ ചെയ്യുമ്പോഴും സ്പിരിച്വൽ ഷെയറിങ്ങിന് ഇരിക്കുമ്പോഴും ഒക്കെ പലരും പറയാറുണ്ട്, എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്, നിയോഗം എന്താണ്? അവരുടെ മാനസാന്തരത്തിന് വേണ്ടി, ഇവരുടെ മാനസാന്തരത്തിന് വേണ്ടി. എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ മാറാൻ പലരും തയ്യാറല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. മിക്കായുടെ പുസ്തകം 7:7 ഒരു വചനം പറയുന്നുണ്ട്, പിതാവ് പുത്രനോട് നിന്നയോടെ വർത്തിക്കുന്നു, അപ്പൻ അമ്മയ്ക്കെതിരെ നിലകൊള്ളുന്നു, അമ്മായിമ്മ മരുമകൾക്കെതിരെ നിലകൊള്ളുന്നു, സ്വന്തം കുടുംബത്തിൽപ്പെട്ടവർ തന്നെ ഒരുവന് ശത്രുക്കളാകുന്നു. ഹല്ലേലൂയ. അപ്പം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന എൻ്റെ അപ്പനൊരു മാറ്റം വരണം. ഹല്ലേലൂയ. അപ്പൻ മാറിയ വീട് ശരിയായി എന്നാണ് ഞാൻ വിചാരിച്ചത്. ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ കണ്ണാടി വെച്ച ചേട്ടത്തിയൊന്നും ഹല്ലേലൂയ പറഞ്ഞില്ലല്ലോ. ഒച്ചത്തിൽ പറ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. അപ്പം ഞാൻ ശബരിമലയിൽ പോകുമ്പം പ്രാർത്ഥിക്കുന്നൊക്കെ അപ്പനൊരു മാറ്റം വരണം. എൻ്റെ ദൈവമേ, 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 ദൈവമേ. പക്ഷെ ഒരു മാറ്റവും ഇല്ല, നാറ്റം മാത്രമേ ഉള്ളായിരുന്നുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ ഒരുപാട് വായിച്ച വചനമാണ് അപ്പസ്തോല പ്രവർത്തനത്തിൽ 4:12, മറ്റൊരുവനിലും രക്ഷയില്ല. ഹല്ലേലൂയ. ലൂക്കാ 19:9 പറയുന്നു, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു, നീയും അബ്രഹാത്തിന്റെ സന്തതിയാണ്, നഷ്ടപ്പെട്ടതിനെ കണ്ടെത്തി രക്ഷിക്കാനാണ് മനുഷ്യപുത്രൻ വന്നത്. ഹല്ലേലൂയ. മർക്കോസ് 2:17, ഞാൻ നീതിമാന്മാരെ തേടിയല്ല പാപികളെ തേടിയാണ് വന്നത്. അതുകൊണ്ടാണ് 1 തീമോത്തി 4:12 പറയുന്നു, ആരും നിൻ്റെ പ്രായക്കുറവിനെ പോലെ ആരും വഞ്ചിക്കാനിടയാവരുത്, വാക്കിലും പെരുമാറ്റത്തിലും വിശുദ്ധിയിലും വിശ്വാസികൾക്ക് നീ മാതൃകയായിരിക്കുക. 1 തീമോത്തി 1:14 വീണ്ടും പൗലോസിക പറയുന്നുണ്ട്, ക്രിസ്തു ലോകത്തിലേക്ക് വന്നത് പാപികളെ രക്ഷിക്കാനാണെന്ന പ്രസ്താവം തികച്ചും വിശ്വസനീയവും സ്വീകാര്യവുമാണ്. എങ്ങനെ വിശ്വസിക്കും, എങ്ങനെ സ്വീകരിക്കും? പൗലോസിക തന്നെ ഉത്തരം പറയുന്നു, പാപികളിൽ ഒന്നാമനാണ് ഞാൻ, എങ്കിലും എനിക്ക് അവിടുന്ന് കരുണ ലഭിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അർഹിക്കാത്തത് കിട്ടുന്നതാണ് കർത്താവിൻ്റെ കരുണ. ഹല്ലേലൂയ. പൗലോസിക പറയുന്നു, പാപിയിൽ ഒന്നാമനാണ് ഞാൻ, എങ്കിലും എനിക്ക് അവിടുന്ന് കരുണ ലഭിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം ഞാൻ 12,000 പേര് വചനം കേൾക്കുമ്പോൾ ഞാൻ വിചാരിച്ചു, ഞാൻ എന്നാ പാപം ചെയ്തിട്ടാണ്, ഞാൻ എന്നാ പാപം ചെയ്തിട്ടാണ്, ഞാൻ എന്നാ പാപം ചെയ്തിട്ടാണ്. എന്നാൽ എൻ്റെ സഹോദരങ്ങളെ, ക്രിസ്ത്യാനികളെല്ലാം കുമ്പസാരിച്ചു വന്ന് അവർ കരഞ്ഞു പ്രാർത്ഥിക്കുന്നത് ഞാൻ കാണുമ്പോൾ എൻ്റെ കൂടെ വന്നത് 9-8 പേരും ക്രിസ്ത്യാനികളാണ്. ഞാൻ മാത്രമേ ഉള്ളൂ ഹിന്ദു ആയിട്ടുള്ളൂ. നായ്ക്കൻ ഞാൻ പറമ്പൻ അച്ഛൻ എല്ലാവരുടെയും തലയിലൊന്ന് കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ കരയാൻ തുടങ്ങി. എൻ്റെ കണ്ണി കുത്തിയില്ല, കണ്ണി മുളക് പൊടി വാരിയിട്ടില്ല, ഞാൻ വാവിട്ട് കരയാൻ തുടങ്ങി. എനിക്ക് കരച്ചിൽ നിർത്താൻ പറ്റണില്ല. ഞാൻ ആ കുരിശുരൂപത്തിൻ്റെ അടുക്ക പോയി നിന്ന്, ആ തൂങ്ങപ്പെട്ട കുരിശുരൂപത്തിൻ്റെ അടുക്ക വന്ന് പൊട്ടിക്കരഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കും. ഞാൻ പരിസരം നോക്കുന്നില്ല, മനുഷ്യനെ നോക്കുന്നില്ല, എൻ്റെ കൂടെ വന്നവരെ ഞാൻ നോക്കുന്നില്ല. എൻ്റെ സഹോദരങ്ങളെ, വ്യാഴാഴ്ച ഉച്ച കഴിഞ്ഞാണ് അച്ഛൻ 2 മണിക്ക് എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്ന 68 ഹിന്ദുക്കൾ. ഞാൻ വാവിട്ട് കരയാൻ തുടങ്ങി.
ആ പുണ്യാത്മാവിൻ്റെ കരം എൻ്റെ ശിരസിലേക്ക് വെച്ചപ്പോഴാണ് ഇപ്പോഴത്തുള്ള കരം, കർത്താവിൻ്റെ കരം എൻ്റെ ശിരസിലേക്ക് വന്ന് വീഴുന്ന ഒരു അനുഭവം എനിക്കുണ്ടായി. ഞാൻ വാവിട്ട് കരയാൻ തുടങ്ങി. വെള്ളിയാഴ്ച ധ്യാനം തീരും, കരച്ചിൽ നിർത്തുന്നില്ല. എൻ്റെ കൂട്ടുകാരൻ ചോദിച്ചു, നിനക്ക് എന്നാ പറ്റി? ഞാൻ പറഞ്ഞു, എനിക്കറിയത്തില്ല, വാവിട്ട് കരയുകയാണ്, നിരോളിക്കുകയാണ്. ഞാൻ കിടന്ന് മദ്യം ഉപേക്ഷിച്ച്, മദ്യക്കുപ്പി വലിച്ചെറിഞ്ഞ്, സിഗരറ്റ് വലിച്ചെറിഞ്ഞു, ഞാൻ വാവിട്ട് കരയുകയാണ്, ഏങ്ങലടിച്ച് കരയുകയാണ്. അന്ന് രാത്രിയിലാണ് പനക്കലച്ചൻ ആന്തരിക സൗഖ്യത്തിൻ്റെ അന്ന് വിളിച്ചു പറയുന്നു, ബിജു നാരായണനെ കർത്താവ് സ്പർശിക്കുന്നു. ഇടത്തെ കയ്യിലൊരു മുഴയായിരുന്നു, അത് കർത്താവ് സുഖപ്പെടുത്തി. ഹല്ലേലൂയാ! കൈയടിച്ച് ഈശോയ്ക്ക് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ. എൻ്റെ സഹോദരങ്ങളെ, കറണ്ട് അടിക്കുന്നൊരു അനുഭവം എനിക്കുണ്ടായി. ഈ കൈ മുഴ മാറിയിട്ടല്ല ഞാൻ യേശുവിനെ കരഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങിയത്. എൻ്റെ ശരീരത്തിൽ നിന്ന് എന്തൊക്കെ ഇറങ്ങിപ്പോകുന്നൊരു അനുഭവം എനിക്കുണ്ടായി. ഞാൻ ദൈവത്തിൻ്റെ നാമം വിളിക്കാൻ തുടങ്ങി. ഗലാത്യർ 2:20 പറയുന്നു, ഇനി ഞാനല്ല ജീവിക്കുന്നത്, എന്നെ ക്രിസ്തുവത്രേ. എൻ്റെ സഹോദരങ്ങളെ, അന്ന് രാത്രി എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. ഞാനും കാണുന്നത് ഇതുപോലെ മുറിയപ്പെട്ട യേശുവിൻ്റെ ശരീരമാണ് കാണുന്നത്, അടിയേറ്റ് കിടക്കുന്ന കർത്താവിൻ്റെ ശരീരം. അന്ന് എൻ്റെ കർത്താവ് എന്നോട് പറയാണ്, ഈ കാൽവരി കൊലക്കളത്തിൽ അറക്കപ്പെട്ട ദൈവത്തിൻ്റെ കുഞ്ഞാട് നിനക്ക് വേണ്ടി കൂടെയാണ് ഞാൻ ബലിയായി തീർന്നത്. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയ. 1 കൊരിന്തോസ് 2:2, ഞാൻ നിങ്ങളുടെ ഇടയിലായിരുന്നപ്പോൾ യേശുവിനെ കുറിച്ചല്ലാതെ, അതും ക്രൂശിതനായ ക്രിസ്തുവിനെ കുറിച്ചല്ലാതെ മറ്റൊന്നും അറിയണ്ട എന്ന് ഞാൻ തീരുമാനിച്ചു. ഹല്ലേലൂയ. അതല്ലേ മത്തായിയുടെ സുവിശേഷം 16:15 യേശു ഫിലിപ്പി കേസറി പ്രദേശത്തെത്തിയപ്പോൾ യേശു ശിഷ്യന്മാരോട് ചോദിച്ചു, ഞാൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത്? ഹല്ലേലൂയ. ഞാൻ ആരാണെന്നാണ് ജനങ്ങൾ പറയുന്നത്? ഹല്ലേലൂയ. അപ്പോൾ അവർ പറഞ്ഞു, ചിലർ ഏലിയ എന്നും, ചിലർ മോശെ എന്നും, ചിലർ സ്നാപക യോഹന്നാനെന്നും, പ്രവാചകന്മാരിൽ ഒരുവനെന്നും പറയുന്നു. യേശു ചോദിക്കുകയാണ്, ഞാൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത്? യേശുവിന് ആരുടെ സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല. യേശു ദൈവപുത്രനാണെന്ന് യേശുവിനറിയാം. പക്ഷെ യേശു ചോദിക്കുകയാണ്, ജനങ്ങൾ എന്നെക്കുറിച്ച് എന്താണ് പറയുന്നത്? ഈ കാലഘട്ടത്തിൽ ചിലർക്ക് രോഗശാന്തി തരുന്ന ഒരു വൈദ്യനായിട്ടാണ് ചിലർ യേശുവിനെ കാണുന്നത്. ചിലർക്ക് എന്താണ് 1 കൊരിന്തോസ് 15:19, ഈ ലോക ജീവിതത്തിന് വേണ്ടി മാത്രമാണ് നിങ്ങൾ യേശു ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചാൽ മറ്റെല്ലാ മനുഷ്യരെക്കാൾ നിർഭാഗ്യവാൻ. കാര്യം കാണാൻ വേണ്ടി രോഗം വരുമ്പോൾ ഒരു ടാബ്ലറ്റ് കഴിക്കുന്ന ഒരു ലാഘവത്തോടെ പലരും ഇന്ന് യേശുവിനെ സ്വീകരിക്കുന്നു. കാര്യം കഴിഞ്ഞു കഴിയുമ്പോൾ യേശു വേണ്ട. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയ. എൻ്റെ സഹോദരങ്ങളെ, അതുകൊണ്ടാണ് മിക്കാവ് 7:7 പ്രവാചകൻ പറഞ്ഞത്, പലരും ഒരു കുടുംബത്തിൽ പലരും ശത്രുക്കളായി മാറുമ്പോൾ ഞാൻ എൻ്റെ കർത്താവിലേക്ക് കണ്ണുകളുയർത്തും, എൻ്റെ രക്ഷകനായ ദൈവത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കും, എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഏശയ്യാ 48:1, ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടുന്നവനും യൂദാ ഗോത്രത്തിൽ നിന്ന് ഉത്ഭവിച്ചനുമായ യാക്കോബിന്റെ ഭവനമേ, നീ കേൾക്കുക, നീ ഇസ്രായേലിന്റെ ദൈവത്തെ ഏറ്റുപറയുന്നു, എന്നാൽ അത് ആത്മാർത്ഥതയോടും സത്യത്തോടും കൂടെ അല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് യോഹന്നാൻ 4:26-28 സമരിയക്കാരോട് യേശു പറഞ്ഞു, അവിടുത്തെ ആരാധിക്കുന്നവരാകട്ടെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. അങ്ങനെയുള്ള ആരാധകരെയാണ് എൻ്റെ പിതാവ് അന്വേഷിക്കുന്നത്, സ്വർഗം അന്വേഷിക്കുന്നത്. അതുകൊണ്ട് ഇരുകരങ്ങൾ ഉയർത്തി ഒന്നുകൂടെ സ്തുതിച്ചേ, ഇരുകരങ്ങൾ ഉയർത്തി ആത്മാർത്ഥമായിട്ട് ഒന്നുകൂടെ സ്തുതിക്കുക. പോരാ, ഒച്ചത്തിൽ വിളിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ പത്രോസ്ലീഹ പറയുകയാണ്, ഈ ശിഷ്യന്മാർ ചോദിച്ചു, ഞാൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത്? അവർ പലരും പല അഭിപ്രായങ്ങൾ പറഞ്ഞപ്പോൾ പത്രോസ്ലീഹ എഴുന്നേറ്റ് നിന്ന് പറയുന്നു, നീ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ വിശുദ്ധ പത്രോസ്ലീഹയെ നോക്കി കർത്താവായ യേശു ഇങ്ങനെ പറഞ്ഞു, മാംസരക്തങ്ങളല്ല നിനക്ക് വെളിപ്പെടുത്തി തന്നത് എൻ്റെ സ്വർഗസ്ഥനായ പിതാവാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശിമയോന്റെ പുത്രനായ യോനായുടെ പുത്രനായ ശിമയോനെ, നീ ഭാഗ്യവാൻ. ഹല്ലേലൂയ. പത്രോസ്ലീഹയെ വിളിച്ചു പറഞ്ഞു, നീ എന്താണ്? നീ ആരാണ്? പറ. ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവരുടെ മുഖത്ത് നോക്കി പറഞ്ഞു, നീ ഭാഗ്യവാൻ എന്ന് പറഞ്ഞേ. ഹല്ലേലൂയ. അപ്പോൾ ഉറങ്ങുന്നവർ ഉണരും. ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. ചിലർ ധ്യാന കേന്ദ്രത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ കണ്ണടച്ചൊരു ധ്യാനമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പലരുടെയും കണ്ണടച്ചുള്ള ധ്യാനം വേണ്ട, കണ്ണ് തുറന്ന് ധ്യാനിച്ചാൽ മതി. ഹല്ലേലൂയ. വലത് കീർത്തി എന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാണ് യാക്കോബ് 4:8, നീ കർത്താവിനോട് ചേർന്നിരുന്നാൽ അവിടുന്ന് നിന്നോടും പറ. ഹല്ലേലൂയ. അന്ന് അടുത്തിരിക്കുന്നവർക്ക് ഷേക്കാൻ്റെ കൊടുത്ത് പറ, നീ കർത്താവിനോട് ചേർന്നിരിക്കാൻ പറ. ഹല്ലേലൂയ. ആ മുഖത്ത് നോക്കി പറ. മലയാളിക്ക് ഒരു ഒറ്റ കുഴപ്പമുണ്ട്, മുഖത്ത് മാത്രം നോക്കിയല്ല, ബാക്കിയൊക്കെ മറ്റുള്ളവർക്കൊക്കെ സ്കാനിങ്ങാണ്. ഹല്ലേലൂയ. ആ കണ്ണി നോക്ക്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ കണ്ണി നോക്കിയാൽ മതി. ഹല്ലേലൂയ,
ഹല്ലേലൂയ. അതല്ലേ പ്രഭാഷകൻ 13:25, ഹൃദയത്തിലെ നന്മയും തിന്മയും അനുസരിച്ച് മുഖഭാവത്തിൽ മാറ്റം വരും. മുഖഭാവത്തിൽ ആ മാറ്റം വരും. ഹൃദയത്തിലെ നന്മയും തിന്മയും അനുസരിച്ച് മുഖഭാവത്തെ, അതാണ് മുഖത്ത് നോക്കി സംസാരിക്കണം. ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ. അപ്പോൾ പത്രോസികായോട് പറഞ്ഞു, മാംസരക്തങ്ങളല്ല നിനക്ക് വെളിപ്പെടുത്തി തന്നത് എൻ്റെ സ്വർഗസ്ഥനായ പിതാവ്, നീ ഭാഗ്യവാൻ. ഹല്ലേലൂയ. ചിലർ പറയും, ഓ വീട് കിട്ടിയ ഭാഗ്യം. ഈയിടെ ഞങ്ങളുടെ ഒരു സഹോദരൻ കൂട്ടുകാരൻ ലോട്ടറി അടിച്ചാണ്ട് 10,000 രൂപ അടിച്ചത്. പിന്നെ 40 കൊടുക്കി 10 കിട്ടിയെന്ന് പറയും. എനിക്കിത് ക്ലിക്കായില്ല. 40 രൂപ കൊടുത്തിട്ട് 10,000 രൂപ കിട്ടിയെന്ന്. രാവിലെ 40 രൂപ കൊടുത്തു, വൈകുന്നേരം 10,000 കിട്ടി. ഭാഗ്യവാൻ, തോമസ് ഭാഗ്യവാൻ. ഹല്ലേലൂയ ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ വിചാരിക്കും, ഓ ജോലി കിട്ടിയ ഭാഗ്യമായി, കടം മാറിയ ഭാഗ്യമായി, വണ്ടി കിട്ടിയ ഭാഗ്യമായി, 2 നില വീട് കിട്ടിയ ഭാഗ്യമായി. എൻ്റെ സഹോദരങ്ങൾ, ഇതൊന്നും ഒരു ഭാഗ്യമല്ല. ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ. ഒന്ന് ഭൂമി കുലുങ്ങിയാൽ മതി, ഈ ഭാഗ്യമൊക്കെ എന്താണെന്ന് നമുക്ക് തിരിച്ചറിയാം. ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ. വയനാട്ടിലൊക്കെ കഴിഞ്ഞ വർഷം ഉരുൾ പൊട്ടി. ഞങ്ങൾ ധ്യാനിപ്പിച്ച പള്ളിയുടെ അടുത്ത് എത്ര ജീവനാ പോകുന്നേറെ. ആ ഇടവകയിലെ കുറച്ച് കുടുംബങ്ങളെ ഇന്നും കാണാനില്ല, ഇന്നും ബോഡി കിട്ടിയിട്ടില്ല. അമേരിക്കയിൽ ഇപ്പോൾ പ്രളയം നടന്നുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. അപ്പോൾ ഭാഗ്യം എന്തെന്ന് ചോദിച്ചാൽ, പ്രിയപ്പെട്ടവരെ, യാക്കോബ് 2:19 പറയുന്നു, ദൈവം ഏകനാണെന്ന് നീ വിശ്വസിക്കുന്നു, അത് നല്ലത് തന്നെ, പിശാചുക്കളും അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. ആരേകനാണെന്ന്. അപ്പം നമ്മുടെ വിശ്വാസവും പിശാചിൻ്റെ വിശ്വാസവും തമ്മിൽ വല്ല വ്യത്യാസമുണ്ടോ ചേട്ടാ? ആ പിശാചും ദൈവം ഏകനാണെന്ന് വിശ്വസിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. പിന്നെ സംശയമുണ്ട്, നിങ്ങൾ മർക്കോസിൻ്റെ സുവിശേഷം 5 എടുത്തു. 5-ൽ പിശാചു ബാധിതനെ ഗെരസേരയുടെ മറുനാട്ടിൽ, ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായത്തിൽ, അല്ല മർക്കോസിൻ്റെ സുവിശേഷം 4-ൽ യേശു ഗെരസേരയുടെ മറുനാട്ടിലേക്ക് കടന്നു ചെല്ലുകയാണ്. യേശു ജനക്കൂട്ടത്തെ വിട്ട് ശിഷ്യന്മാരുടെ കൂടെ തടാകത്തിൻ്റെ മറുകരയിലേക്ക് പോയി. അവിടെ ഇതാ ചങ്ങലകളാൽ ബന്ധനസ്ഥനായി ഒരുവൻ ശവക്കുടീരത്തിൽ അന്തി ഉറങ്ങുന്നു. അകലെ വെച്ച് തന്നെ പിശാചു ബാധിതൻ യേശുവിനെ തിരിച്ചറിഞ്ഞു. അവൻ പറയുന്നു, മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര നസ്രാനായ യേശുവേ, നീ എന്തിനെൻ്റെ കാര്യത്തിൽ ഇടപെടുന്നു? ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈയൊരു ചെറുപ്പക്കാരനെ പ്രാർത്ഥിക്കാൻ അമ്മ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ സഹോദരങ്ങളെ, ആ സഹോദരൻ പറയാണ്, താങ്കൾ എന്തിനാണോ എൻ്റെ കാര്യത്തിൽ ഇടപെടുന്നത്? ഞാൻ നന്നാകാൻ പോണില്ല, ഞാൻ മദ്യപാനം നിർത്തിയല്ല, ഞാൻ കഞ്ചാവടി നിർത്തിയല്ല, ഞാൻ ഗുണ്ടാസംഘത്തിലാണ്, എന്നെ മാറ്റാൻ ആരും നോക്കണ്ട. അമ്മ നോക്കി, പലരും നോക്കി. വികാരിയച്ഛൻ പറഞ്ഞ് പ്രാർത്ഥനാലയത്തിൽ വിട്ടതാണ്. ആ ചെറുപ്പക്കാരൻ എന്നോട് തട്ടിക്കയറിട്ട് പറയാണ്, താൻ എന്നോട് വേദം ഓതണ്ട, ഇതൊക്കെ ഞാൻ എത്ര കേട്ടേക്കുന്നു, നിങ്ങളൊക്കെ തട്ടിപ്പല്ലേ, പ്രാർത്ഥന തട്ടിപ്പല്ലേ, ഇതൊന്നും എനിക്കിതൊന്നും വേശിയല്ല, തൻ്റെ സമയം വെറുതെ കളയാതെ എന്നെ പറഞ്ഞയക്കടോ, താൻ എൻ്റെ കാര്യത്തിൽ ഇടപെടണ്ട. ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ. അമ്മ അവനെ കെട്ടി വലിച്ചോണ്ടാണ് വന്നത് എൻ്റെ സഹോദരങ്ങളെ. കാരണം ഹോസിയയുടെ പുസ്തകം 5:4 പറയുന്നു, തങ്ങളുടെ ദൈവത്തിൻ്റെ അരികിലേക്ക് തിരികെ പോകാൻ അവരുടെ പ്രവൃത്തികൾ അവർ അനുവദിക്കുന്നില്ല. കാരണം വ്യഭിചാരത്തിൻ്റെ ദുർഭൂതം, അശുദ്ധിയുടെ ദുർഭൂതം അവർ കുടികൊള്ളുന്നു. ഹോസിയ 4:11 പറയുന്നു, വീഞ്ഞും പുതുവീഞ്ഞും സുബോധം കെടുത്തുന്നു, തടിക്കഷത്തോടെ എൻ്റെ ജനം ഓരോ സംഗതി ആരായുന്നു, അവരുടെ ദണ്ഡ് അവർക്ക് ഉത്തരമരുളുന്നു. വ്യഭിചാര ദുർഭൂതം അവരെ വഴിതെറ്റിച്ച് പരസംഗത്തിന് വേണ്ടി അവർ കർത്താവിനെ പരിത്യജിച്ച്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അപ്പം പിശാചു ബാധിതനും യേശുവിനെ തിരിച്ചറിയുന്നുണ്ട്. എന്നാൽ ആ തിരിച്ചറിഞ്ഞതുകൊണ്ട് ആ പിശാചു ബാധിതനും ഈശോയെ തിരിച്ചറിഞ്ഞു. ഹല്ലേലൂയ ഹല്ലേലൂയ. ഇതേ പത്രോസ്ലീഹായോട് മത്തായിയുടെ സുവിശേഷം 16-ന്റെ ലാസ്റ്റ് ഭാഗം നമ്മൾ വായിക്കുമ്പോൾ അവിടെയുണ്ട്, ഈ കർത്താവിന് പീഡ ഉണ്ടാകുമെന്നും പീഡകൾ സഹിക്കേണ്ടി വരുമെന്നും താൻ കുരിശിലേറുമെന്ന് പറഞ്ഞപ്പോൾ പത്രോസ്ലീഹാ ഈശോയെ തടഞ്ഞു നിർത്തിയിട്ട് പറഞ്ഞു, നിനക്കത് സംഭവിക്കാതിരിക്കട്ടെ. അപ്പോൾ ഈശോ പത്രോസിനെ നോക്കി പറയുന്നുണ്ട്, സാത്താനെ നീ ദൂരെ പോകുക, നിന്റെ ചിന്ത ദൈവികമല്ല മാനുഷികമാണ്. ഹല്ലേലൂയ. അല്പസമയം മുമ്പ് ഈശോ പറഞ്ഞു, പത്രോസെ നീ ഭാഗ്യവാനാണ്. ഹല്ലേലൂയ. ഇതേ പത്രോസിനോട് അല്പസമയം കഴിയുമ്പോൾ ഈശോ പറയാണ്, സാത്താനെ നിന്റെ ചിന്ത ദൈവീകമല്ല. ഹല്ലേലൂയ ഹല്ലേലൂയ. അപ്പം നമ്മൾ സ്വർഗീയ ചിന്ത കൊണ്ട് നമ്മൾ നിറയണം, സ്വർഗീയ അഭിഷേകം കൊണ്ട് നിറയണം, സ്വർഗീയ ശക്തി കൊണ്ട് നിറയണം. അതുകൊണ്ടാണ് ഗലാത്യ 4:19 ഈശോ പറഞ്ഞു, പൗലോസ്ലീഹ പറയുന്നുണ്ട്, കുഞ്ഞുമക്കളെ, യേശു ക്രിസ്തു നിങ്ങളിൽ രൂപപ്പെടുന്നത് വരെ ഞാൻ ഈറ്റുനോവ് അനുഭവിക്കുന്നു. ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ. സ്വരമുയർത്തി ഒന്നുകൂടെ സ്തുതിക്കാമോ? ഇരു കരങ്ങൾ ഉയർത്തി സ്തുതിച്ച്, ഇരു കരങ്ങൾ ഉയർത്തി ഒറ്റ വിളി വിളിച്ച്, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്വരമുയർത്തി ശക്തിയോടെ സ്തുതിക്കുന്നു. ഓ സ്വരമുയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ. സ്വരമുയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ
ഹല്ലേലൂയ. അപ്പം നമ്മളിൽ ഒരു മാറ്റം വരുമ്പോൾ, നമ്മൾ യേശുവിനെ സ്വീകരിക്കുമ്പോൾ, യേശുവിനെ സ്വന്തമാക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, യേശു നമ്മുടെ ഭവനത്തിലേക്ക് വരും. കാരണം ബൈബിളിൽ ഒരു വചനമുണ്ട്, പുറപ്പാടിൻ്റെ പുസ്തകം 9:16, എൻ്റെ ശക്തി നിനക്ക് കാണിച്ചു തരാനും അങ്ങനെ ലോകം മുഴുവൻ എൻ്റെ നാമം പ്രഘോഷിക്കപ്പെടുവാനും വേണ്ടിയാണ് ഞാൻ നിന്നെ ജീവിക്കാൻ അനുവദിച്ചത്. ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. എന്തിനാണ് നമ്മളെ ജീവനോടെ ഈ ആലയത്തിലേക്ക് ദൈവം ഓരോ ആഴ്ചയിലും കൂട്ടിക്കൊണ്ട് വരുന്നത്? ഈശോ പറയുന്നത് എൻ്റെ ശക്തി നിനക്ക് കാണിച്ചു തരാൻ. ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. ഇവിടെ ശ്രദ്ധിച്ചേ, ഹല്ലേലൂയ. അങ്ങനെ ലോകം മുഴുവൻ എൻ്റെ നാമം പ്രഘോഷിക്കപ്പെടുവാനും വേണ്ടിയാണ് ഞാൻ നിന്നെ ജീവിക്കാൻ അനുവദിച്ചത്. ഹല്ലേലൂയ. കൊറോണ വന്ന് വെള്ളപ്പൊക്കം ഉണ്ടായി. ഇവിടെ ഒന്നും വെള്ളപ്പൊക്കത്തിൻ്റെ ശല്യം ഉണ്ടായിരുന്നില്ല. ഹല്ലേലൂയ. അല്ലേ? കൊറോണ വന്നിട്ട് എൻ്റെ സഹോദരങ്ങളെ, ഞാൻ ഈ ആലുവായിൽ നമ്മുടെ രാജഗിരി ഹോസ്പിറ്റലിൽ അവിടെ CMC സിസ്റ്റേഴ്സിൻ്റെ ധ്യാന കേന്ദ്രമുണ്ട്. അവിടെ താമസമുള്ള ധ്യാനമുണ്ട്. ഫസ്റ്റ് സുതിപ്പിനെക്കുറിച്ചുള്ള ക്ലാസ്സാണ്. ധ്യാനം തുടങ്ങുമ്പോഴേ സുതിപ്പിനെക്കുറിച്ചുള്ള ക്ലാസ്സാണ്. ഒരു 4 വർഷം മുമ്പ് അവിടെ ശുശ്രൂഷയ്ക്ക് ചെന്നു. 68-70 പേര് താമസമുള്ള ധ്യാനത്തിനുണ്ട്. കുറേ ആസ്പിരൻസ് സിസ്റ്റേഴ്സ് ആകാൻ പഠിക്കുന്ന ബഹുമാനപ്പെട്ട കുറേ കുട്ടികൾ ഉണ്ട് അവിടെ. 10-20 പേര് അവരും ഉണ്ട്. കാർമൽ ധ്യാന ആശുപത്രിയിലെ സിസ്റ്റേഴ്സും അവിടുത്തെ നേഴ്സുമാർ കുറേ കുട്ടികളുമുണ്ട്. 150 പേരോളം ധ്യാനത്തിനുണ്ട്. എൻ്റെ സഹോദരങ്ങളെ, ഞാൻ ഈ 103-ാം സങ്കീർത്തനം വായിച്ച് സ്തുതിച്ചുകൊണ്ടിരുന്നപ്പം ക്ലാസ് തുടങ്ങുന്നുള്ളൂ. ക്ലാസ് തുടങ്ങി 5 മിനിറ്റ് ആയപ്പം ഒരമ്മ വാവിട്ട് കരയാൻ തുടങ്ങി. ഭയങ്കര നരോളി. അപ്പോൾ സിസ്റ്റേഴ്സ് ഓടി വന്നു. ഇതെന്താ സംഭവിച്ചതെന്നറിയില്ല. ഒരു സിസ്റ്ററിനോട് ചോദിച്ചു, പാട്ട് പാടുന്ന സിസ്റ്റർ ചോദിച്ചു, എന്താ ബ്രദറെ? ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല, അമ്മ കരയുന്നുണ്ടെന്ന് പറഞ്ഞു. ഈ അമ്മ ഏങ്ങലടിച്ച് കരയും. അമ്മയും കൊണ്ട് പുറത്തേക്ക് പോയി ചോദിച്ചു, എന്താ കാര്യം? ക്ലാസ്സിൻ്റെ 3:45 അമ്മ കയറി വന്നിട്ട് ക്ലാസ് കഴിഞ്ഞു. ഇൻ്റർവെൽ വിട്ട് 5 മിനിറ്റ് കഴിഞ്ഞ് പിന്നെ കുർബാനയാണ്. എൻ്റെ സഹോദരങ്ങളെ, അച്ഛൻ കുർബാനയ്ക്കായിട്ട് വന്നു. അപ്പോൾ ഈ ഇൻ്റർവെൽ വിട്ട് ഒരു 7 മണി 7:30 ഞാൻ ഈ അമ്മയോട് ചോദിച്ചു, എന്തിനാ അമ്മ കരഞ്ഞത്? അപ്പോൾ എന്നോട് പറയും, ബ്രദർ ഒരു വചനം പറഞ്ഞില്ലേ, അവിടുന്ന് നൽകിയ അനുഗ്രഹം ഒന്നും മറക്കല്ല. കൊട്ടേഷനൊന്നും എനിക്കറിയില്ല, ഈ വാക്ക് എന്നെ സ്പർശിച്ചു. ഞാൻ ചോദിച്ചു, ഇത് പറഞ്ഞിട്ട് എന്തിനാ അമ്മ കരഞ്ഞത്? അപ്പോൾ അമ്മ പറയാണ്, എൻ്റെ വീട് എറണാകുളത്തൊരു സ്ഥലത്താണ്, കളമശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. കൊറോണ എനിക്കും എൻ്റെ ഭർത്താവിനും വന്നു. ഞങ്ങൾ 2 പേരും കളമശ്ശേരി മെഡിക്കൽ കോളേജിലായിരുന്നു. ഭർത്താവ് മരിച്ചു. ഭർത്താവിനെ എവിടെയോ കൊണ്ട് കത്തിച്ചിട്ട് എവിടെയോ കൊണ്ട് ഒരു ചിരട്ടയ്ക്കകത്ത് ചാരമെടുത്തുകൊണ്ട് അടക്കി. ഭർത്താവിനൊരു അന്ത്യകുദാശ കൊടുക്കാനോ ഒരു അന്ത്യചുംബനം കൊടുക്കാനോ പ്രാർത്ഥിക്കാനോ പറ്റിയില്ല. ഞാനും ഐസിയുവിലായിരുന്നു. ഏതാനും ആഴ്ച കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ എൻ്റെ ഭർത്താവ് ഈ ലോകത്തോട് മാറ്റപ്പെട്ടെന്ന് ഞാൻ അറിയുന്നത്. എന്നിട്ട് അമ്മച്ചി മരുമകളുടെ മക്കളെ കൂടെ ധ്യാനത്തിന് വന്നേക്കുക. അപ്പം അമ്മച്ചി പറയാണ്, ബ്രദർ ആ വചനം പറഞ്ഞില്ലേ, അവിടുന്ന് നൽകിയ അനുഗ്രഹം ഒന്നും മറക്കരുത്. ഇത് പറഞ്ഞപ്പോൾ എൻ്റെ ചങ്ക് തകർന്നു. ബ്രദറെ, എൻ്റെ ദൈവം എന്നെ വീണ്ടും ജീവിക്കാൻ അനുവദിച്ചല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ സഹോദരങ്ങളെ, അതുകൊണ്ട് നമ്മളെ ദൈവം ജീവിക്കാൻ അനുവദിച്ചതാണ്. അതുകൊണ്ട് നമുക്ക് ദൈവത്തിന് നന്ദി പറയണം. വലത് കീർത്തി എന്ന് പറഞ്ഞേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എൻ്റെ സഹോദരങ്ങളെ, അപ്പോൾ ആ തിരിച്ചറിഞ്ഞതുകൊണ്ട് ഭാഗ്യം പൂർണ്ണമാകുന്നില്ല. മർക്കോസിൻ്റെ സുവിശേഷം 10:46 നമുക്കറിയാം. വഴിയരികിലിരുന്ന അന്ധനായ ഒരു ബർത്തിമേയുണ്ട്. അവൻ ഒച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ദാവീദിൻ്റെ പുത്ര യേശുവേ, എന്നിൽ കനിയണമേ. പലരും അവനോട് പറഞ്ഞു മിണ്ടാതിരിക്കാൻ പറഞ്ഞു. പക്ഷേ അവൻ കൂടുതൽ ഒച്ചത്തിൽ അവൻ ദൈവത്തെ വിളിച്ചപേക്ഷിച്ച്, ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ, വിളിച്ചപേക്ഷിച്ചപ്പോൾ യേശു ആ നിലവിളി കേട്ട് അവിടെ നിന്നു. ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു അവിടെ നിന്നിട്ട് അവനോട് ഒറ്റ കാര്യമേ ചോദിച്ചുള്ളൂ, ഞാൻ നിനക്ക് വേണ്ടി എന്താണ് ചെയ്യേണ്ടത്? ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. വലത് കീർത്തി ഒന്ന് പറഞ്ഞേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരമുയർത്താത്തവരെല്ലാം കരമുയർത്തി പറഞ്ഞേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഈശോ അവനോട് ഒറ്റ ചോദ്യം ചോദിച്ചു, മകനെ മകളെ, ഞാൻ നിനക്ക് വേണ്ടി എന്താണ് ചെയ്യേണ്ടത്? ഹല്ലേലൂയ. ഇപ്പം നമ്മളോടും ദൈവം ചോദിക്കുന്നുണ്ട്, ഞാൻ എന്താണ് നിനക്ക് ചെയ്യേണ്ടത്? ഹല്ലേലൂയ. അപ്പോൾ ചിലരിങ്ങനെ പറയും, കർത്താവേ, നിനക്ക് എല്ലാ കാര്യം അറിയാമല്ലോ, എന്നാൽ എനിക്കെല്ലാം ഇങ്ങ് തന്നേരം. അതല്ല, നമ്മളോട് ദൈവം ചോദിക്കും, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ധ്യാനം കൂടിക്കൊണ്ടിരുന്നപ്പോൾ പനക്കലച്ചനോട് ചോദിച്ചു. ഞാൻ എൻ്റെ ലീഡറാണ്, എന്നെ അച്ഛൻ്റെ അടുക്ക കൊണ്ടുപോയത്. രാത്രി ഒരു 10-12 മണിയായി. അച്ഛൻ ശിരസിൽ കൈ വെച്ച് പ്രാർത്ഥിച്ചു. ഞാൻ 4ാം ക്ലാസ് വരെ സ്കൂളിൽ പഠിച്ചിട്ടുള്ളൂ. ഞാൻ രോഗമായതുകൊണ്ട് സ്കൂളിൽ പോകാൻ പറ്റിയിട്ടില്ല. എൻ്റെ വീട്ടിൽ ബാക്കി എല്ലാവരും 10ാം ക്ലാസ്സിൽ മേളിൽ പഠിച്ചവരാണ്, 8 മക്കളും. ഹല്ലേലൂയ. എൻ്റെ വീട്ടിൽ ഏറ്റവും വിലയില്ലാത്തവനായിരുന്നു ഞാൻ. രോഗം കാരണം സ്കൂളിൽ പോകാൻ പറ്റില്ല. അപ്പം പറയും, നീ എൻ്റെ മകനല്ല. അമ്മ പറയും, നിന്നെ പ്രസവിക്കേണ്ട ഗതികേട് എനിക്കുണ്ടായി. രോഗം എന്നും ആശുപത്രിയിലാണ്.
പ്രശ്നം മാറാനും രോഗം മാറാനും അമ്പലങ്ങൾ കയറി ഇറങ്ങി ഏലസുകളും മന്ത്രച്ചരടുകളും കെട്ടി ഇതെല്ലാം പൊട്ടിച്ച് ദൂരി എറിഞ്ഞപ്പം എൻ്റെ ചൊറിച്ചിൽ മാറി. അല്ലെങ്കിൽ ഇന്നാളൊരു ചേട്ടത്തിനോട് ചോദിച്ചു, ബ്രദർ ഈ ചരട് കെട്ടി എന്നാ കിട്ടും? ഞാൻ കെട്ടുന്നിടത്തെ തൊലി പോകും, വേറെ ഒരു ഗുണവും ഇല്ല. അല്ലേലുയ്യ, ഞാനിത് പൊട്ടിച്ചെറിഞ്ഞപ്പോൾ എനിക്ക് ചൊറിച്ചിൽ മാറി. അല്ലെങ്കിൽ മന്ത്രച്ചരട് ഏലസ് വീരപ്പൻ്റെ ബെൽറ്റ് ബോംബ് പോലെ അല്ലെ ഏലസ് ഓരോ അമ്പലത്തിൽ ചെല്ലുമ്പോൾ ഓരോ പൂജയാണ്. ഗുരുവായൂർ ചെല്ലുമ്പോൾ അവിടെ, ചോറ്റാനിക്കര ചെല്ലുമ്പോൾ അവിടെ, ശബരിമല ചെല്ലുമ്പോൾ അവിടെ ഓരോ പൂജയാണ്. ഓരോ മന്ത്രവാദി ഓരോ കാര്യങ്ങൾ പറയും. എൻ്റെ സഹോദരങ്ങളെ എല്ലാ ഏലസും കെട്ടി എൻ്റെ ശരീരത്തിൽ ഭാരം കൂടിയതല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിഞ്ഞ് കിടക്കുമ്പോൾ കുത്തിക്കൊണ്ടിട്ട് വേദന എടുക്കുമെന്നല്ലാതെ ഒരു ഗുണം എനിക്ക് കിട്ടിയില്ല. അല്ലേലുയ്യ, യേശു ക്രിസ്തു എന്നെ തൊട്ടപ്പോൾ എനിക്ക് മാറ്റം ഉണ്ടായി, നാറ്റം മാറി. കൈയടിച്ച് ഈശോയ്ക്ക് നന്ദി പറ, കര ഉയർത്തിയടിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതല്ലേ പുറപ്പാട് 15:26, ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാ. അച്ഛനോട് ചോദിച്ചാൽ എന്താ വേണ്ടത്? ഞാൻ പറഞ്ഞു, അച്ഛൻ എനിക്ക് എഴുതാനും വായിക്കാൻ അറിയില്ല. അച്ഛൻ ചോദിച്ചാൽ എത്ര ക്ലാസ്? ഞാൻ പറഞ്ഞു 4 ക്ലാസ്സേ പഠിച്ചുള്ളൂ. സത്യമാണോ? അവൻ പറഞ്ഞു അതേ അച്ഛൻ, കള്ളം പറയുന്നത് എന്തിനാ? അപ്പോൾ എൻ്റെ ലീഡർ പറഞ്ഞു അത് അത്ര പഠിച്ചിട്ടുള്ളൂ അച്ഛോ. അപ്പോൾ സ്കൂളിൽ പോയിട്ടില്ല, 4ാം ക്ലാസ്സേ പഠിച്ചുള്ളൂ, എഴുതാനും വായിക്കണം. അച്ഛൻ എൻ്റെ തലയിൽ പൗരോഹിത്യ അധികാരത്തിൽ കൈ വെച്ചങ്ങ് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ, ബൈബിൾ എടുത്തു തന്നു, വായിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. ഞാൻ തെറ്റുകൂടാതെ വായിക്കുന്ന പുസ്തകം ഇത് മാത്രമേ ഉള്ളൂ, വിശുദ്ധ ഗ്രന്ഥം. ഹല്ലേലൂയ. കാരണം വെളിപാട് 1, 2, 3 ഈ പ്രവചനത്തിലെ വാക്കുകൾ വായിക്കുന്നവരും കേൾക്കുന്നവരും അത് പാലിക്കുന്നവരും അനുഗ്രഹീതർ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പസ്തോല പ്രവർത്തനം 17:11 അവർ ബെറോയയിലെത്തി, പൗലോസ്. അപ്പോൾ അവിടെ എഴുതി വച്ചിരിക്കുകയാണ്, തെസ്സലോനിക്കായിലുള്ള യഹൂദരെക്കാൾ മാന്യന്മാരായിരുന്നു ബെറോയയിലുള്ളവർ. കാരണം അവർ അതീവ താല്പര്യത്തോടെ ദൈവവചനം സ്വീകരിച്ചു. അവരെ മാന്യന്മാരെന്ന് പരിശുദ്ധാത്മാവ് വിളിച്ച്. ഹല്ലേലൂയ. നമ്മൾ മാന്യന്മാരെന്ന് വിളിക്കുന്നത് തന്നെ നല്ല വീട്, നല്ല തൊലിവെളുപ്പ്, നല്ല സമ്പത്ത്, നല്ല ഡിഗ്രി, നല്ല ക്വാളിഫിക്കേഷൻ, സമൂഹത്തിൽ നിലയുള്ളവൻ, ഇച്ചിരി ആക്കവും തൂക്കവും ഉള്ളവൻ, പോക്കറ്റ് കനവുള്ളവനെയൊക്കെ നല്ലവൻ, അല്ലെങ്കിൽ മാന്യന്മാരെന്ന് വിളിക്കും. ഹല്ലേലൂയ. എന്ന പരിശുദ്ധാത്മാവ് സ്വർഗം മാന്യനെന്ന് വിളിക്കുന്ന ദൈവവചനത്തെ, ദൈവത്തെ എങ്ങനെ സ്വീകരിക്കുന്നു? ദൈവവചനത്തെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് യോഹന്നാൻ പത്മോസ് എന്ന ദ്വീപിൽ വെച്ച് വെളിപാട് 4:1 നിങ്ങൾ വായിക്കണമേ. അവിടെ എഴുതി വെച്ചിരിക്കുന്നു, യോഹന്നാൻ ശ്ലീഹ പറയുന്നു, നീ കയറി വരിക, നീ കയറി വരിക, ഇങ്ങോട്ട് കയറി വരിക, അങ്ങോട്ട് കയറി വരിക. ഈ നട കയറണമെങ്കിൽ 1, 2, 3, 4, 5, 6, 7, 8 നട കയറിയാൽ ഇവിടെ എത്താം. ഹല്ലേലൂയ. നമ്മുടെ ആത്മീയ ജീവിതം ഇതുപോലെ കയറി വരണം. പ്രാർത്ഥനയിൽ അല്പം കൂടെ കയറി വരണം. യേശുവിലുള്ള വിശ്വാസത്തിൽ ഒരു പടിയും കൂടെ നീ കയറി വരണം. ജപമാല ഭക്തിയിൽ ഒരു പടിയുടെ നീ കയറി വരണം. വിശുദ്ധ ബലിയിൽ നീ ഒരു പടിയുടെ കയറി വരണം. മധ്യസ്ഥ പ്രാർത്ഥനയിൽ ഒരു പടിയുടെ കയറി വരണം. സുവിശേഷ വേലയിൽ ഒരു പടിയുടെ കയറി വരണം. ആത്മീയ ജീവിതത്തിൽ ഒരു പടിയും കൂടെ നീ കയറി വരിക. മാലാഖ ദൂതൻ പറയുന്നു, നീ കയറി വരിക. ഹല്ലേലൂയ. അതുകൊണ്ടാണ് മർക്കോസ് 13:13 അവൻ പിന്നീട് മലമുകളിൽ കയറി തനിക്ക് ഇഷ്ടമുള്ളവരെ അരികിലേക്ക് വിളിച്ചു. 1 തന്നോട് കൂടിയായിരിക്കാൻ, 2 സുവിശേഷം പറയാൻ, 3 പിശാചിനെ ബഹിഷ്കരിക്കാൻ അവൻ 12 പേർക്ക് അധികാരം കൊടുത്തു. അവർ കയറി വന്നു. സഭയിൽ ഞാൻ പറയും, കത്തോലിക്ക സഭയിൽ അംഗമായതിൽ അഭിമാനിക്കുന്നവനാണ് ഞാൻ. കാരണം കത്തോലിക്ക സഭയിൽ കോടിക്കണക്കിന് വിശുദ്ധാത്മാക്കളുണ്ട്. അപ്പനുമുണ്ട്, അമ്മയുണ്ട്, അപ്പവുമുണ്ട് കത്തോലിക്ക സഭയിൽ. ഹല്ലേലൂയ. എന്നോട് പലരും ചോദിച്ചു, നീ പോട്ടെ പോയി പയറും കഞ്ഞിയും കുടിച്ച് നാരായണൻ ജോസഫായി. എൻ്റെ സഹോദരങ്ങളെ, ഒരു ക്രിസ്ത്യാനി പറഞ്ഞിട്ടല്ല ഞാൻ ക്രിസ്തുവിനെ സ്വീകരിച്ചത്. എൻ്റെ കർത്താവിനെ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടു. ഹല്ലേലൂയ. എൻ്റെ കർത്താവിനെ ഞാൻ നാമം വിളിച്ച് പ്രാർത്ഥിക്കുന്ന എൻ്റെ വീട്ടിൽ 18ഓളം പേര് വിശ്വാസത്തിൽ കടന്നു വന്നു. 9 പേര് മാമുദീസ മുങ്ങി കത്തോലിക്ക സഭയിൽ ക്രിസ്ത്യാനികളായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം ഞാൻ മാറിയപ്പോൾ എൻ്റെ വീട് മാറി. ഹല്ലേലൂയ. ഞാൻ മാനസാന്തരപ്പെട്ടപ്പോൾ എൻ്റെ അപ്പൻ, ഞാൻ മാമുദീസ മുങ്ങിയതിൻ്റെ പേരിൽ എൻ്റെ അപ്പൻ എൻ്റെ ബൈബിൾ വലിച്ചു കീറി ചുട്ടതാ നാരായണൻ. ഇന്ന് 26 കൊല്ലം മുമ്പ്, 24 കൊല്ലം മുമ്പ് എൻ്റെ അപ്പൻ മരിച്ചു. യേശുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ച എൻ്റെ അപ്പൻ മരിച്ചത്. ഹല്ലേലൂയ. എൻ്റെ കുടുംബത്തിൽ പെങ്ങടെ മോളൊരാൾ കന്യാസ്ത്രീയായി മാറി. രാഘവൻ ജോസഫായി, വത്സമ മേരിയായി, കാർത്തിയാനി മേരി എന്ന പേര് സ്വീകരിച്ച് ശശി ഇമാനുവലായി. എൻ്റെ സഹോദരങ്ങളെ, യേശുവിൻ്റെ നാമം എൻ്റെ കുടുംബത്തെ ഇളക്കി മറിച്ച്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, സഭാപ്രസംഗകൻ 4:2 പറയുന്നു. ചിലർ പറയാറുണ്ട്, മരിച്ചവരെ മരിച്ച വീട്ടിലൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ പറയൂ, ഓ ഈ വ്യക്തിത്വ ഭാഗ്യവാനാണ്. എന്നാൽ ബൈബിളിൽ പറയുന്നു, ജീവിച്ചിരിക്കുന്നവരെക്കാൾ ഭാഗ്യവാന്മാരാണ് മരിച്ചു പോയവരെന്ന് നീ വിചാരിച്ചു. എന്നാൽ 2 കൂട്ടരേക്കാൾ ഭാഗ്യവാന്മാരാണ് ഇനിയും ജനിക്കാത്തവർ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അന്ധനായ ബർത്തിമിയ 1 യേശുവിനെ തിരിച്ചറിഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ,
ഹല്ലേലൂയ. ആ തിരിച്ചറിവ് അവന് പ്രതീക്ഷ നൽകി. ഹല്ലേലൂയ. പ്രതീക്ഷ പ്രാർത്ഥനയായി മാറി. ഹല്ലേലൂയ. ആ പ്രാർത്ഥന തകർന്ന ഹൃദയത്തിൻ്റെ രോദനമായി മാറി. അവൻ ഒച്ചത്തിൽ നിലവിളിച്ചു, ദാവീദിൻ്റെ പുത്ര യേശുവേ എന്നിൽ കനിയണമേ. യേശു പറഞ്ഞു, ആരോ എന്നെ വിളിച്ചു. പത്രോസ് ശ്ലീഹ പറഞ്ഞു, യാക്കോബ് ശ്ലീഹ പറഞ്ഞു, മത്തായി ശ്ലീഹ പറഞ്ഞു, യോഹന്നാൻ ശ്ലീഹ പറഞ്ഞു, ആരാന്നറിയില്ല കർത്താവേ, ജനമെല്ലാം നിന്നെ തിക്കി തിരക്കുന്നു. യേശു പറഞ്ഞു, അല്ല, ആരോ എന്നെ വിളിച്ചു. സങ്കീർത്തനം 34:18. ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. ഇരുകരങ്ങൾ ഉയർത്തി ഒന്നുകൂടെ സ്തുതിക്കാമോ? സ്വരമുയർത്തി സ്തുതിക്ക്, ശക്തിയോടെ സ്തുതിക്ക് സഹോദരങ്ങളെ. ഒച്ചത്തിൽ നിലവിളിച്ച് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരമുയർത്തി സ്തുതിക്കുന്നു. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ മദ്യഷാപ്പിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയാണ്. ഞാൻ 13 വയസ്സിൽ കള്ളുഷാപ്പിൽ ജോലിക്ക് കയറിയ വ്യക്തിയാണ്. 19-20 വയസ്സിൽ എൻ്റെ കർത്താവിനെ ഞാൻ സ്വീകരിച്ച് ജോലി ഉപേക്ഷിക്കാൻ പനക്കലച്ചൻ പറഞ്ഞു. അന്ന് നല്ല ശമ്പളം ഉണ്ടായിരുന്നു, നല്ല ശമ്പളമുണ്ട്, 10-30,000 രൂപ ഒരു മാസം കിട്ടും. എൻ്റെ 20 വയസ്സിലാണ് എൻ്റെ കർത്താവിനെ ഞാൻ ഈ ബൈബിൾ എടുത്തിറങ്ങിപ്പോന്നു. അന്ന് പലരും പറഞ്ഞു, ഇതെന്താ ധ്യാനം കൂടിക്കഴിഞ്ഞ് ഞാൻ ഒരു സെമിനാരിൽ കുക്കായിട്ട് ജോലി ചെയ്യായിരുന്നു, കൊല്ലത്ത് നോബട്ടനാശ്രമം. എൻ്റെ സഹോദരങ്ങളെ, എനിക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ നന്നായിട്ടറിയാം. ഞാൻ 1.5 വർഷം സെമിനാരിയിലായിരുന്നു. അപ്പോൾ ദിവസം 1.5 മണിക്കൂർ ഞാൻ ബൈബിൾ വായിക്കും. ധ്യാനം കൂടി കഴിഞ്ഞപ്പോൾ 1/2 മണിക്കൂർ രാവിലെ, 1/2 മണിക്കൂർ ഉച്ചയ്ക്ക്, വൈകിട്ട് 1/2 മണിക്കൂർ പരിശുദ്ധാത്മാവെല്ലാം പഠിപ്പിക്കാൻ തുടങ്ങി. എൻ്റെ സഹോദരങ്ങളെ, അങ്ങനെ ധ്യാനം കൂടി 6 മാസം കഴിഞ്ഞപ്പം സുവിശേഷം സാക്ഷ്യം പറയാൻ അങ്ങനെ പോകാൻ തുടങ്ങി. അങ്ങനെ 1.5 വർഷം കഴിഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട പനക്കലച്ചൻ പറഞ്ഞ് ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ വന്നു. അങ്ങനെ ഡിവൈന് വന്ന് 9 വർഷം ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലായിരുന്നു. കുട്ടികളുടെ ക്രിസ്ത്യൻ ധ്യാനം. അങ്ങനെ ഡിവൈൻ കിച്ചണിലായിരുന്നു ഒരു 4 കൊല്ലക്കാലം. അന്ന് 40,000 പേരുടെ ധ്യാനം ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ. ബഹുമാനപ്പെട്ട തോമസ് പോൾ ബ്രദറിൻ്റെ ധ്യാനം. അന്നൊക്കെയാണ് ഇനി പീറ്റർ അച്ഛനെ, ബഹുമാനപ്പെട്ട ബെന്നിയച്ഛൻ അവിടെ വരും ശുശ്രൂഷയ്ക്ക് ക്ലാസ് എടുക്കാനും വിശുദ്ധ കുർബാന ചെല്ലാനും. ക്രിസ്ത്യൻ ധ്യാന കേന്ദ്രം ഡിവൈനിലെല്ലാം ശുശ്രൂഷയ്ക്ക് അച്ഛൻ വരും. അന്ന് അച്ഛനെ പരിചയപ്പെട്ടതാണ്. എൻ്റെ സഹോദരങ്ങളെ, അങ്ങനെ ഡിവൈനിൽ 8-9 വർഷം. അങ്ങനെ ഞാൻ എല്ലാ ദിവസവും ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പേരായിരുന്നു യോസേപ്പ് പിതാവിൻ്റെ പേര്. മാമുദീസ മുങ്ങാൻ ആഗ്രഹിച്ച് ഞാൻ പനക്കലച്ചനോട് പറഞ്ഞു, എനിക്ക് മാമുദീസ മുങ്ങണം. അച്ഛൻ എന്നോട് 3 കാര്യം പറഞ്ഞു. ആദ്യം നീ ഒരു മനുഷ്യനാക്, രണ്ടാമതൊരു ക്രിസ്ത്യാനിയാ, മൂന്നാമത് പറഞ്ഞു നീ ഒരു വിശുദ്ധനാകണം. യോഹന്നാൻ 10:35. ദൈവവചനം ആരുടെ അടുക്കലേക്ക് ചെന്നോ അവരെ അവൻ ദൈവങ്ങളെന്ന് വിളിച്ച്. ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ. ഇപ്പം നമ്മുടെ അടുത്തിരിക്കുന്ന ആരാണ്? ചെവി കേൾക്കത്തില്ല, പറ ആരാണ്? ആ ദൈവം, സംശയിക്കേണ്ട. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം ഉൽപ്പത്തി 6:5 പറയുന്നു, മനുഷ്യൻ്റെ ഹൃദയത്തിലെ ചിന്തയും ഭാവനയും എപ്പോഴും ദുഷിച്ചതാണെന്ന് കർത്താവ് കണ്ടു. ഭൂമിയിൽ മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് ദൈവം കരഞ്ഞു. ഹല്ലേലൂയ. അതാണ് ജെറമ്യ 13:15. നിങ്ങൾ കാതോർത്ത് കേൾക്കുക, ആരും അഹങ്കരിക്കരുത്. കർത്താവാണ് ഇത് അരുളി ചെയ്യുന്ന. കർത്താവ് അന്ധകാരം വരുത്തും മുമ്പ്, നിങ്ങളുടെ കാൽപാദം ഇരുൾ നിറഞ്ഞ മലകളിൽ ഇടറി വീഴും മുമ്പ് നിങ്ങളുടെ ദൈവത്തിന് നിങ്ങൾ മഹത്വം നൽകണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിലരിങ്ങനെ ചിന്തിക്കും, നമ്മളെന്തോ കൊടുക്കുന്നതുകൊണ്ടാണ് കർത്താവിടെ ഉപജീവനം കഴിയുന്നതെന്ന്. നിങ്ങളുടെ കാര്യമല്ല, ഞാൻ വേറുള്ളവരുടെ കാര്യമാണ് പറഞ്ഞത്. ഹല്ലേലൂയ. ചിലർക്ക് കൈ പൊക്കാനോ സ്തുതിക്കാനൊക്കെ ഒരു പാടാ. ഹല്ലേലൂയ. നമ്മളവിടെ എൻ്റെ സഹോദരങ്ങളെ, നമ്മളൊന്ന് ചിന്തിച്ചേ. ഏശയ്യായുടെ പുസ്തകം 14:9 ലൂസിഫറിനെ വെട്ടി താഴേക്ക് വീഴിച്ച് ഏശയ്യ എഴുതിയിട്ടുണ്ടത്. സാത്താൻ ഭൂമി നിബദിച്ച് അവൻ അഹങ്കാരം കയറി. ഹല്ലേലൂയ. സാത്താൻ ഭൂമി വീണ്. മാലാഖമാരുടെ കുറവ് സ്വർഗത്തിലുണ്ടായിരുന്നു. അപ്പോൾ ദൈവം പറഞ്ഞില്ല, ഈ മാലാഖമാർ ഭൂമിയിൽ അവരൊക്കെ ലൂസിഫറൊക്കെ താഴ്ത്തു പോകുന്ന അവൻ്റെ ഗണങ്ങളല്ല, ഇനി നമുക്ക് പകരം കുറച്ച് മാലാഖമാരെ നമുക്ക് സ്തുതിക്കാൻ സൃഷ്ടിക്കാമെന്ന് പറഞ്ഞില്ല. ഹല്ലേലൂയ. ദൈവം ഉൽപ്പത്തി 1:26-27 പറഞ്ഞു, നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. ഹല്ലേലൂയ. ഇനി അവർ നമ്മളെ സ്തുതിക്കട്ടെ. ഈ സാത്താൻ എന്താ പശുവിൻ്റെയും പട്ടിയുടെയും പുറകെ പോകാത്തത്? പക്ഷിയുടെ പുറകെ. മനുഷ്യൻ്റെ പിന്നാലെ സാത്താൻ വരുന്ന കാര്യം എന്നാ? അവൻ താഴെ വീണ സ്ഥലത്ത് നിന്ന് നമ്മളാണ് നിൽക്കുന്നത് സ്തുതിക്കാൻ. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മളെ സ്തുതിക്കാനോ പ്രാർത്ഥിക്കാനോ സാത്താൻ അനുവദിക്കുകയല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുമ്പോൾ ക്ഷീണം, മടി, തളർച്ചയൊക്കെ സ്തുതിക്കാൻ നല്ല താല്പര്യമില്ല. ഹല്ലേലൂയ. സാത്താൻ സമ്മതിക്കുകയല്ല. ഹല്ലേലൂയ. കാരണം അവൻ്റെ സ്ഥലത്തിന് നമ്മൾ കയറി ഇന്ന് സ്തുതിക്കുകയാണ്. അതുകൊണ്ട് പിശാച് സ്തുതിക്കാൻ സമ്മതിക്കുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ സഹോദരങ്ങളെ, പിന്നീട് ക്രിസ്ത്യൻ ധ്യാനമെല്ലാം കൂടി ട്രെയിനിങ്ങൊക്കെ കൂടി ശുശ്രൂഷയ്ക്ക് കർത്താവ് ഫുൾ ടൈം ശുശ്രൂഷയാണ്. വേറെ പണി കിട്ടാഞ്ഞിട്ടല്ല, ഉള്ള പണി കളഞ്ഞിട്ടാണ് ഈ ബൈബിൾ എടുത്ത് ഇറങ്ങിപ്പോകുന്നത്. കാരണം യേശുവിനെ ഏറ്റുപറഞ്ഞാൽ യേശു നമ്മളെ ഏറ്റുപറയും. ഹല്ലേലൂയ. സങ്കീർത്തനം 121 കർത്താവിനെ ഭയപ്പെടുക അവിടുത്തെ വഴിയെ ചരിക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. ഹല്ലേലൂയ, ഭാഗ്യവാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ലൂക്കായുടെ സുവിശേഷം 23:42
കുരിശിൽ കിടക്കുന്ന 2 കള്ളന്മാരുടെ മധ്യത്തിൽ യേശു പെരുങ്കള്ളനെ പോലെ യേശുവെ കുരിശിൽ തറഞ്ഞപ്പോൾ ഒരു കള്ളൻ പറഞ്ഞു, കർത്താവേ, നീ നിൻ്റെ രാജ്യത്തിലായിരിക്കും എന്നെയും കൂടി ഓർക്കണം. ഹല്ലേലൂയ. 2 പേര് ഒരേ തെറ്റ് ചെയ്ത് കള്ളന്മാർ കിടക്കുകയാണ്. എന്നാൽ ഒരു കള്ളൻ അവനെ ഏറ്റു പറഞ്ഞു, കർത്താവേ, നീ പർദീസയിലായിരിക്കും എന്നെയും കൂടി ഓർക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ സഹോദരങ്ങളെ, നിയമം പഠിച്ചവരും നിയമം പഠിപ്പിച്ചവരും സദുക്കരും നിയമജ്ഞരും ഫരീസയരൊക്കെ കുരിശിൻ്റെ താഴെ നിൽപ്പുണ്ട്. നിയമത്തിൻ്റെ വള്ളി തുള്ളി തെറ്റാതെ പഠിപ്പിച്ചവരുണ്ട്. അവർക്ക് കിട്ടാത്ത ഒരു തിരിച്ചറിവ് നല്ല കള്ളന് കിട്ടി. ഹല്ലേലൂയ. അവനോട് ഈശോ പറഞ്ഞു, നീ ഭാഗ്യവാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതല്ലേ പ്രഭാഷകൻ 11:28, ജീവിച്ചിരിക്കുമ്പോൾ ഒരുവനെ ഭാഗ്യവാനെന്ന് വിളിക്കരുത്, മരണത്തിലൂടെയാണ് അവൻ്റെ യഥാർത്ഥ ഭാഗ്യം വെളിപ്പെടുന്നത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞാൻ ഡിവൈനിലായിരിക്കുമ്പോൾ ഞാൻ കുറേ സമയം ഇങ്ങനെ എല്ലാ ശുശ്രൂഷയിലൊക്കെ സഹായിക്കും. അടുക്കളയിലാണ് കൂടുതൽ ശുശ്രൂഷ. അപ്പോൾ അവിടെ ബൈബിൾ കോളേജ് നടക്കുമ്പം നമ്മുടെ കാര്യമറ്റ അച്ഛൻ്റെ ബൈബിൾ കോളേജ് ഇംഗ്ലീഷും ഉണ്ട് മലയാളവും ഉണ്ട്. അപ്പോൾ ഞാനതിന് പോകാൻ തുടങ്ങിയപ്പോൾ അച്ഛൻ പറഞ്ഞു, മോൻ അവിടെ പോയിട്ട് വലിയ കാര്യമൊന്നും എനിക്കുണ്ടോയെന്ന് തോന്നുന്നില്ല, മോൻ ആരാധനയെ പോയിരുന്നോളാൻ പറയും. പനക്കലച്ച് എനിക്ക് റൂമിൽ ഒരു 3 മാസം ഞാൻ ദിവ്യകാണ്ഡത്തിൻ്റെ മുമ്പിലിരുന്നു. ഹല്ലേലൂയ. അവർ 3 മാസം കഴിഞ്ഞ് ബൈബിൾ കോളേജ് പഠിച്ചിറങ്ങി. ഞാൻ 3 മാസം ദിവ്യകാണ്ഡത്തിന് മുമ്പിൽ ഇരുന്നു. ഹല്ലേലൂയ. എൻ്റെ സഹോദരങ്ങളെ, എനിക്ക് കിട്ടിയൊരു ആനന്ദം ഇത് കൂടുതൽ വേറൊരു ആനന്ദം എനിക്ക് കിട്ടാനില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞ് ഇന്നെൻ്റെ വിവാഹം കഴിഞ്ഞ്, എൻ്റെ ഭാര്യ ഒരു ഹിന്ദുവാണ്, കൺവെർട്ട് ചെയ്ത് ക്രിസ്ത്യാനി ആയതാണ്. പഞ്ചാബിലൊരു നേഴ്സായിട്ട് എളിയ ജോലി ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ കോട്ടയം ക്രിസ്ത്യനിലാണ്. അങ്ങനെ ഇംഗ്ലീഷ് സെക്ഷന് ഭാര്യ അക്കൗണ്ടൻ്റായിട്ട് അവിടെ ശുശ്രൂഷ ചെയ്യായിരുന്നു ഡിവൈനിൽ. അപ്പോൾ പനക്കലച്ചൻ വിളിച്ച് ചക്രവർത്തിയോട് ഒരു കൂട്ടായ്മയുണ്ട്, അവിടെ നിന്ന് എന്നെ വിളിച്ച് എൻ്റെ വിവാഹം ആലോചിച്ച്. ഹല്ലേലൂയ. 18 അച്ഛന്മാർ എൻ്റെ മനസമ്മതത്തിന്. ഹല്ലേലൂയ. 38 അച്ഛന്മാരുടെ ആശീർവാദം കിട്ടി എൻ്റെ വിവാഹത്തിന്. ലോകത്തിൽ അറിയപ്പെടുന്ന ധ്യാന കേന്ദ്രത്തിൽ വെച്ച് ഡിവൈനിൽ വെച്ച് എൻ്റെ വിവാഹം ആശീർവദിച്ചു. ഹല്ലേലൂയ. 19 അച്ഛന്മാർ വിവാഹം കെട്ടിക്കാനുണ്ടായിരുന്നു. ബാക്കി അച്ഛന്മാരെല്ലാം ഉറാലയൊക്കെ ഇട്ട് വന്ന് സൈഡിൽ നിന്ന് ഞങ്ങൾ ആശീർവദിച്ച് അനുഗ്രഹിച്ച്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കല്യാണം കഴിഞ്ഞ് ഞാൻ കോട്ടപ്പുറം ലത്തീൻ രൂപതയിൽ 10 വർഷത്തിന് അവിടെ ശുശ്രൂഷയ്ക്കായിട്ട് വന്നിരിക്കുകയായിരുന്നു. കൊടുങ്ങല്ലൂരടുത്ത് വാടക വീട്ടിലായിരുന്നു. 128 സങ്കീർത്തനം 1-ാം വാക്യം, കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ വഴിയെ ചരിക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ, അവൻ ഒരു കുറവുണ്ടാകാൻ ദൈവം അനുവദിക്കുകയില്ല. ഹല്ലേലൂയ. വിവാഹം കഴിഞ്ഞിട്ട് 22 വർഷമായി. കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ ഞാൻ പട്ടിണി കിടന്നിട്ട്, കല്യാണത്തിന് മുമ്പ് പട്ടിണി കിടന്നിട്ടുണ്ട്. വീട് വാടകയ്ക്ക് എടുത്ത് അവിടെ നിന്ന് സുവിശേഷ വേല ചെയ്യുമായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ സഹോദരങ്ങളെ, വിവാഹരാത്രി 4 കാര്യം ഭാര്യ പറഞ്ഞു. 1, വിശുദ്ധി ജീവിക്കണം. 2, നമുക്ക് സ്വർഗത്തിൽ പോകണം. 3, മരിക്കേണ്ടി വന്നാൽ യേശുവിനെ തള്ളിപ്പറയരുത്. 4, 1 വർഷം കഴിഞ്ഞ് മതി ഒരു കുഞ്ഞ്. ഹല്ലേലൂയ. 1 വർഷം പ്രാർത്ഥിച്ചൊരുങ്ങി. എൻ്റെ മൂത്ത മോളെ ഏഞ്ചൽ മേരി, ഇപ്പോൾ 20 വയസ്സായി. ഹല്ലേലൂയ. ഉണ്ടാകുന്നതിന് മുമ്പ് അവളെ പേരിട്ടു. അവളിന്ന് BSc നേഴ്സിങ്ങിന് മംഗലാപുരത്ത് 2-ാം വർഷം പഠിക്കുന്നു. 2ാമത്തെ മോള് 6 മാസം കഴിഞ്ഞപ്പം 2ാമത്തെ കുഞ്ഞിന് വേണ്ടി, ആദ്യത്തെ കുഞ്ഞുണ്ടായപ്പോൾ പ്രാർത്ഥിച്ചു, 2ാമത്തെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചു, 2ാമത്തെ കുഞ്ഞുണ്ടായി. 6 മാസം കഴിഞ്ഞപ്പോൾ 2ാമത്തെ കൊച്ചിനെ ദൈവം തന്നു. അവളെ എസ്തേർ എന്ന് പേരിട്ട്. ഹല്ലേലൂയ. അവളിന്ന് BSc നേഴ്സിങ്ങിന് മംഗലാപുരത്ത്, ചേച്ചി അനീത്തി ഒരേ കോളേജിൽ പഠിക്കുന്നു. 2ാമത്തെ മോള് 1-ാം വർഷം അവിടെ പഠിക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെ ഈ ആദ്യത്തെ കുഞ്ഞുണ്ടായപ്പോൾ കറുവുറ്റിയിൽ ഒരു 6 സെൻറ്റ് സ്ഥലം ഭാര്യ വീട്ടുകാർ വാങ്ങിത്തന്നു. 2ാമത്തെ കുഞ്ഞുണ്ടായപ്പോൾ വീടിന് തറകെട്ടി. അങ്ങനെ വിൻസെൻ്റ് പോളുകാരൊക്കെ സഹായിച്ച് ബാങ്കിൽ നിന്ന് 10 ലക്ഷം രൂപ ലോണൊക്കെ എടുത്ത് ചെറിയൊരു വീട് വെച്ച്. അങ്ങനെ 3ാമത്തെ മോന് വേണ്ടി പ്രാർത്ഥിച്ചു. അവനെ ജോഷുവ എന്ന് പേരിടാൻ ഈശോ പറഞ്ഞു. അവനിന്ന് +1 പഠിക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെ അവന് വേണ്ടി പ്രാർത്ഥിച്ചു. 4ാമത്തെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചു. അവന് ജോയേൽ എന്ന് പേരിടാൻ ഈശോ പറഞ്ഞു. അവൻ ഇന്ന് 8-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഹല്ലേലൂയ. അവനുണ്ടായി. 5ാമത്തെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചു. അവളെ ആഗ്നസ് എന്ന് പേരിട്ടു. അവൾ ഇന്ന് 6-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെ അവൾക്ക് ആ കുഞ്ഞുണ്ടായിക്കഴിഞ്ഞപ്പം 6ാമത്തെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചു. അവനെ ഡാനിയേൽ എന്ന് പേരിട്ടു. അവൻ ഇന്ന് 5-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഹല്ലേലൂയ. അവൻ്റെ മാമോദിസയ്ക്ക് 18 അച്ഛന്മാരാണ് വന്നത്. ഹല്ലേലൂയ. എൻ്റെ സഹോദരങ്ങളെ, അങ്ങനെ 7ാമത്തെ മോന് വേണ്ടി പ്രാർത്ഥിച്ചു. അവനെ ജെറമിയ എന്ന് പേരിട്ടു. അവൻ ഇന്ന് 2-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെ 8ാമത്തെ മോന് വേണ്ടി പ്രാർത്ഥിച്ചു. അവനെ ആമോസ് എന്ന് പേരിട്ടു. ഒരു ചേർത്തി കൈ ഇങ്ങനെ വെക്കുക, ആമോസ് എന്ന് പേരിട്ട്. അങ്ങനെ ബഹുമാനപ്പെട്ട വട്ടായലച്ചൻ്റെ കൺവെൻഷൻ മൂക്കന്നൂർ നടക്കുമ്പോൾ എൻ്റെ സഹോദരങ്ങളെ, സോജിയച്ചൻ വന്ന് അവിടെ ക്ലാസ് എടുക്കുകയാണ്, ദമ്പതികളുടെ ക്ലാസ്, കുടുംബ ക്ലാസ്. അപ്പോൾ അവനിങ്ങനെ പ്രാർത്ഥിച്ചു. അപ്പോൾ എൻ്റെ 5ാമത്തെ മോളുമായിട്ട് ഞാൻ കൺവെൻഷന് പോയി അച്ഛൻ്റെ ബ്ലെസ്സിങ് ഒക്കെ മേടിച്ചു. അങ്ങനെ 8ാമത്തെ കുഞ്ഞ് ജന്മം നൽകി. 8ാമത്തെ ആമോസ് ഒന്ന് വിട്ട് വിളിച്ചു. പക്ഷേ യേവുസായ പിതാവിൻ്റെ വർഷം വന്നപ്പോഴായിരുന്നു അവൻ്റെ മാമോദീസ. എൻ്റെ സഹോദരങ്ങളെ, പിള്ളേരെല്ലാം പറഞ്ഞ് 7 മക്കൾക്ക് അപ്പനും അമ്മയും പേരിട്ട് ഇവൻ ജോസഫ് എന്ന് വിളിക്കപ്പെടണം. ഹല്ലേലൂയ. അവനെ ജോസഫ് എന്ന് പേരിട്ടു. അവൻ ഇന്ന് LKG പഠിക്കുന്നു. ഹല്ലേലൂയ,
9ാമത്തെ കൊച്ചിന് വേണ്ടി ഞാനും എൻ്റെ ഭാര്യയും പ്രാർത്ഥന തുടങ്ങിയിട്ട് 4 കൊല്ലമായി. അല്ലേലൂയാ, അല്ലേലൂയാ. കാരണം ദൈവത്തിൻ്റെ ബ്ലെസ്സിങ് ഇതാണ്. ഉൽപ്പത്തി 1:28, നിങ്ങൾ ഭൂമിയിൽ സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ലോകത്തെ കീഴടക്കുക. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഉടതുണിക്ക് മറുതുണിയില്ലാതെ ഈ ബൈബിൾ എടുത്ത് ഞാൻ ഇറങ്ങിപ്പോന്നതാണ്. എൻ്റെ തലവര മാറ്റി എഴുതിയതും എൻ്റെ കുടുംബത്തെ അനുഗ്രഹിച്ചതും എൻ്റെ കുടുംബത്തിൽ മക്കൾ ഉണ്ടായപ്പോൾ മാത്രമാണ് ഞാൻ അനുഗ്രഹിക്കപ്പെട്ടത്. അല്ലേലൂയാ. കാരണം ഉൽപ്പത്തി 12:1, നീ ഒരു അനുഗ്രഹമാണ്. ഞങ്ങൾ പ്രസവം നിർത്തിയിട്ടില്ല കേട്ടോ. കാരണം ഈശോ പറഞ്ഞു, ശിശുക്കൾ എൻ്റെ അടുത്ത് വരാൻ അനുവദിക്കും, അവരെ തടയരുത്. പ്രസവം നിർത്തുന്നത് പാവമാണ്. ഏശയ്യാ 66:9, ജന്മം നൽകുന്ന ഉദരത്തെ അടച്ച് കളയരുത്. അല്ലേലൂയാ. മക്കളൊരനുഗ്രഹം. കട്ടതയുണ്ട്. ചിലർ പറയുക കട്ടപ്പെട്ട ഞങ്ങൾ വളർത്തിയെന്ന്. കട്ടപ്പെട്ടല്ല, ഇഷ്ടപ്പെട്ട് വളർത്തിയ ദൈവം അനുഗ്രഹിക്കും. അല്ലേലൂയാ. മക്കൾ അനുഗ്രഹമാണ്. നിനക്കൊരു കുറവും വരികയില്ല. നമുക്ക് വേണ്ടതെല്ലാം ഇതിലുണ്ട്. ഈ വചനത്തിലുണ്ട്. വേണ്ടത് വേണ്ട സമയത്ത് ദൈവം തരും. നീ ദൈവസന്നിധി വരണം. ഒറ്റ നിർബന്ധം എനിക്കുള്ളൂ, എൻ്റെ കുടുംബത്തിലെ ഒറ്റ കുർബാന ആരും മുടക്കാൻ പാടില്ല. നിർബന്ധം എനിക്കത്. അല്ലേലൂയാ. ബലിപീഠത്തിൽ നമ്മുടെ കുടുംബത്തെ കെട്ടണം. നമ്മുടെ ജീവിതം ബലിപീഠത്തിൽ കെട്ടണം. അല്ലേലൂയാ. ഈശോ നയിക്കുമെന്ന്. അല്ലേലൂയാ. അവിടുത്തെ നോക്കിയവർ പ്രകാശിതരാകും. നിനക്കൊരു കുറവുണ്ടാകിയല്ല. നിനക്കൊരു കുറവില്ല. 4 കോടതി കൊണ്ട് അവനെ മാറി മാറി വിസ്തരിച്ചിട്ട് പീലാത്തോസ് പറഞ്ഞു, ഇവന് ഞാൻ ഒരു കുറ്റവും കാണുന്നില്ല. യേശുവിൻ്റെ അടുക്ക വന്ന ഒരു കുറവും ഉണ്ടാകിയല്ല. എല്ലാം കഷ്ടതയുണ്ട്, സഹനമുണ്ട്, കടബാധ്യതയുണ്ട്. എല്ലാം ഈശോ മാറ്റി സഹോദരങ്ങളെ. എൻ്റെ സാക്ഷ്യം 10 മണിക്കൂർ പറഞ്ഞാലും തീരുകയില്ല. ഓരോ കടബാധ്യതയും ദൈവം ഏറ്റെടുത്തിട്ട് പറഞ്ഞു, ഞാനാണ് നിന്നെ വിളിച്ചത്. ഒറ്റ കാര്യം, നീ എൻ്റെ കാര്യത്തിൽ ശ്രദ്ധിച്ചാൽ ഞാൻ നിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കും. അല്ലേലൂയാ. സുവിശേഷ വേലയെ ശ്രദ്ധിക്കണം. സുവിശേഷ വേലയെ സഹായിക്കണം. ഒരാത്മാവിനെ, യാക്കോബ് 5:19, ഒരു പാപിയെ തെറ്റായ മാർഗത്തിൽ നിന്ന് തിരിച്ചു കൊണ്ടുവന്നാൽ നിൻ്റെ നിരവധി പാപം ഞാൻ ക്ഷമിക്കും.